നമ്മളിന്ന് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ ആണ് നോക്കുന്നത്. ഓക്കെ, ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് മെയിൻലി കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് 1.5 മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പം കംപ്ലീറ്റ് ചാപ്റ്ററും എല്ലാ പോർഷൻസും തൊട്ട് പോകാനേ പറ്റുള്ളൂ. അപ്പം NCERT അല്ലാത്ത കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, NCERT ഉള്ളതല്ലാതെ അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ്സ് മിസ് നോട്ടായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് നമുക്ക് ചിലപ്പോൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ടൈം കിട്ടുമ്പം അതൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, മോസ്റ്റ്ലി നമുക്ക് ഹ്യൂമൻ ഫിസിയോളജിന്നായിരിക്കും അഡീഷണൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾ ആ എക്സ്ട്രാ പോയിന്റ്സ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മളിപ്പം ബോഡി ഫ്ലൂയിഡ്സിന്റെ ഫസ്റ്റ് പോർഷനായ പ്ലാസ്മയും ബ്ലഡും ഒക്കെ ഒന്ന് സ്പീഡായിട്ട് നോക്കുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം നോക്കാം. ഓക്കെ, അപ്പൊ മിസ് സ്ക്രീൻ ഷെയർ ചെയ്യാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. നിങ്ങൾക്ക് സ്ക്രീൻ കാണാവോ? Tell me, someone സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ നമ്മള് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷനിൽ നിങ്ങൾ ഏത് ഫിസിയോളജിക്കൽ ചാപ്റ്റേഴ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആദ്യം ഓർക്കേണ്ട എന്താണ്, അതില് എല്ലാ സിസ്റ്റംസും ഒറിജിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇപ്പം നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റത്തിന് എന്ത് ഒറിജിൻ ആണുള്ളത്? മൊത്തം സർക്കുലേറ്ററി സിസ്റ്റം, ഹോൾ സർക്കുലേറ്ററി സിസ്റ്റം ഇസ് ഓഫ് മീസോഡെർമൽ ഒറിജിൻ എന്ന് നിങ്ങളുടെ ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇല്ലേ? അപ്പം അതേപോലെ തന്നെ എല്ലാ സിസ്റ്റവും എന്താണ് ഈ മീസോഡം, എൻഡോഡം, എക്ടോഡം? ജേം ലെയേഴ്സ് ആണ് അല്ലെ? അതായത് എംബ്രിയോണിക് ലൈഫ് മുതൽ നമ്മുടെ ഓർഗൻസിനും ടിഷ്യൂസിനും ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ബേസ്മെന്റ് ആയിട്ട് നമുക്ക് എന്നെ കണക്കാക്കാം? ജേം ലെയേഴ്സിനെ കണക്കാക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ എക്ടോഡം, എൻഡോഡം ആൻഡ് മീസോഡം. അപ്പം ആദ്യം തന്നെ ഏത് സിസ്റ്റം പഠിക്കുമ്പോഴും അതിന്റെ ഒറിജിൻ ഏതാണെന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കാം. ഓക്കെ, ശ്രദ്ധിക്കുന്നുണ്ടോ? എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല. സോ ഞാൻ വിശ്വസിക്കുന്നു യു ആർ ലിസണിങ് റൈറ്റ്? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? മേക്ക് ഷുവർ ദാറ്റ് എല്ലാ സിസ്റ്റവും പഠിക്കുമ്പോൾ ലൈക്ക് യു ഷുഡ് റിമെമ്പർ ഒറിജിൻ. അതിലെ ഏത് ഒറിജിൻ ആണ് നിങ്ങൾ എക്ടോഡം ആണോ, എൻഡോഡം ആണോ, മീസോഡം ആണോ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, സോ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ഓഫ് ഹോൾ സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ഓഫ് മീസോഡെർമൽ ഇൻ ഒറിജിൻ. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ഇനി നമ്മുടെ കമ്പോണൻസ് ഓഫ് ബ്ലഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ബ്ലഡിൽ എന്താ ഉള്ളത്? സോ വി നോ ദാറ്റ് നമ്മൾ ബോഡി ഫ്ലൂയിഡ്സ് ഇനീഷ്യലി പഠിക്കുമ്പോൾ തന്നെ ബ്ലഡ്, പ്ലാസ്മ ആൻഡ് ഫോംഡ് എലമെന്റ്സ്, ഇതാണ് നമ്മൾ മെയിൻലി പഠിക്കുന്ന കണ്ടന്റ്സ് അല്ലെ? സോ പ്ലാസ്മയിൽ എന്താ ഉള്ളത്? വി ഹാവ് ഫോംഡ് എലമെന്റ്സ് ആൻഡ് നമ്മളിപ്പം ഒരു ബ്ലഡ് സാമ്പിൾ എടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനെ സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? സെൻട്രിഫ്യൂജ് ചെയ്യുക എന്ന് പറയുന്നത് എന്താ? നമ്മൾ മിക്സ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം ഏതൊരു ഫ്ലൂയിഡിനെ, either it would be ഗ്യാസ് ഓർ ലിക്വിഡ് ആണെങ്കിലും നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പം നമുക്കിവിടെ സെഡിമെന്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം റെഡ് കളറിലുള്ളത് എറിത്രോസൈറ്റ്സ് ആണ്. ഓക്കെ, ആൻഡ് മുകളിലുള്ള യെല്ലോ കളർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് പ്ലാസ്മയാണ്. ഓക്കെ, ആൻഡ് ദെൻ നമുക്ക് ഇൻ ബിറ്റ്വീൻ ദാറ്റ് ഒരു ബഫി കോട്ട് കാണാൻ പറ്റും. അതെന്താണ്? പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് WBC ആണ്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് വി ഗെറ്റ്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് റാൻഡം ആയിട്ടൊന്ന് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് ബ്ലഡിന്റെ ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, ബ്ലഡ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ക്യാരിയിങ് ഓക്സിജൻ. അത് മേജർ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പഠിക്കണം? നമ്മളത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ വേണം ഫംഗ്ഷൻസ്. എന്ത് ഫംഗ്ഷൻസ് നമ്മൾ പഠിക്കുകയാണെങ്കിലും ബോഡി ഫ്ലൂയിഡ്സിന്റെ റെസ്പിറേഷന്റെ ഫംഗ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പക്ഷെ നിങ്ങൾ കെമിക്കൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ അല്ലെങ്കിൽ ന്യൂറൽ ചാപ്റ്റേഴ്സിലൊക്കെ വരുമ്പോഴത്തേക്കും ഫംഗ്ഷൻസ് കുറച്ച് ടാസ്ക് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ആ ഫംഗ്ഷൻസ് നന്നായിട്ട് വായിക്കണം. ഇൻ ദ സെൻസ് ലൈക്ക് നമ്മൾ എക്സാമിനർ എങ്ങനെയായിരിക്കും ഈ ഫംഗ്ഷൻസിനകത്തുനിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഇടുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ടാവുക. ആ ഒരു ആംഗിളിൽ ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ മാക്സിമം
ഫങ്ഷൻസ് പഠിക്കാൻ വേണ്ടി. ഓക്കെ, ആൻഡ് സോ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ നമുക്കറിയാം ക്യാരിങ് ഓക്സിജൻ ആണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് ട്രാക്ട്സിൽ നിന്ന് ന്യൂട്രിയൻസിനെ ക്യാരി ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫംഗ്ഷൻ ആണ് ഹോർമോൺ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് മോറോവർ കാർബൺ ഡൈ ഓക്സൈഡ്. സോ രണ്ട് എക്സ്ട്രിമിറ്റീസിൽ നമുക്ക് എന്ത് ഫംഗ്ഷൻസ് ആ കാണാൻ പറ്റുന്നത്? സി ഓക്സിജൻ ട്രാൻസ്പോർട്ടും ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ടും ഉണ്ട്. ഇൻ ബിറ്റ്വീൻ യു ഹാവ് ന്യൂട്രിയൻസ് ആൻഡ് ഹോർമോൺസ്. അപ്പൊ അതിലെ കീ പോയിന്റ്സ് മാത്രം നിങ്ങൾ ഓർത്തു വെക്കുക. പിന്നെ നമുക്കറിയാം ബ്ലഡ് തന്നെയാണ് പി എച്ച് റെഗുലേറ്റ് ചെയ്യുന്നത് എന്ന്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ് വൺ ഇസ് മെയിൻറ്റെയിൻസ് ബോഡി ടെമ്പറേച്ചർ. ഓക്കെ, പിന്നെ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എന്തുണ്ട് ബ്ലഡിൽ? വി ഹാവ് WBCs, റൈറ്റ്? സോ ഇതൊക്കെയാണ് അതിന്റെ ഫംഗ്ഷൻസിൽ വരുന്നത്. ഇനി നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ബ്ലഡിലെ കമ്പോസിഷൻസിലെ മെയിൻലി പ്ലാസ്മയാണുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പെർസെൻറ്റേജ് നോക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ക്വാണ്ടിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാ പഠിക്കുക? നമ്മൾ മറന്നു പോകില്ലേ 2 ദിവസം വായിക്കുമ്പോഴത്തേക്കും? അപ്പം മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ എങ്ങനെ അത് നമ്മൾ പഠിക്കാൻ പറ്റുക? ഓരോ ചാപ്റ്റർ നമ്മൾ വായിക്കുമ്പോൾ അതിൽ എന്തൊക്കെ ക്വാണ്ടിറ്റീസ് ഉണ്ടോ ബൈ ഹാർട്ട് ചെയ്യാനുള്ളത് അത് നിങ്ങളൊരു സെപ്പറേറ്റ് പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം പ്ലാസ്മ എന്ന് പറയുന്നത് ഒരു വിസ്കസ് ഫ്ലൂയിഡ് ആണ്. ഓക്കെ, അതിൽ 55% ഓഫ് ദ ബ്ലഡ് എന്ന് പറയുന്നത് പ്ലാസ്മയാണ്. സോ ആ പെർസെന്റേജ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതിൽ തന്നെ 90 to 92% ഓഫ് പ്ലാസ്മ എന്ന് പറയുന്നത് വാട്ടർ ആണ്. ആ പെർസെന്റേജിന്റെ അളവ് അതേപോലെ നമുക്കറിയാം 5 million to 5.5 million ഓഫ് RBCs ആണ് ബ്ലഡിലുള്ളത്. അപ്പൊ അങ്ങനെ ഓരോ ക്വാണ്ടിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു പേപ്പറിൽ എഴുതി വെക്കാം. നമ്മൾ മാക്സിമം ഇങ്ങനത്തെ ക്വാണ്ടിറ്റീസ് നമുക്ക് മെമ്മറൈസ് ലൈക്ക് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ വിൽ ഫോർഗെറ്റ്. അതിപ്പോ ഞാനാണെങ്കിലും മറന്നുപോകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? യു ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് 3 daysന്റെ ഉള്ളിൽ നിങ്ങൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഈ ക്വാണ്ടിറ്റീസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടാം. ഓക്കെ, യു വിൽ ഹാവ് ലൈക്ക് Q&A സെഷൻ പോലെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടൊക്കെ അത് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ആദ്യം നമുക്ക് ഈ ക്വാണ്ടിറ്റീസ് ഒക്കെ നിങ്ങൾ എക്സാമിന്റെ തലേ ദിവസം നിങ്ങൾക്ക് മൊത്തം NCERT അടിച്ചു പെറുക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓരോ ചാപ്റ്റേഴ്സിൽ ഇതേപോലെ ക്വാണ്ടിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചത് മാത്രമേ നമുക്ക് എക്സാമിന്റെ തലേ ദിവസം അല്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോഴൊക്കെ ഒന്ന് ജസ്റ്റ് മറച്ചു നോക്കാൻ പറ്റുള്ളൂ. മനസ്സിലായി? അതിപ്പോ നിങ്ങൾ ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രിയിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ചെയ്യാം. മാക്സിമം ബയോളജിയിൽ അധികം ആരും അങ്ങനെ എഫേർട്ട് എടുക്കില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ട്രാ പോയിന്റ്സിന് വേറൊരു ഷീറ്റ് ഓഫ് പേപ്പറോ അല്ലെങ്കിൽ ബുക്കോ കരുതുക. അതേപോലെ തന്നെ NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് മാത്രം എഴുതി വെക്കാൻ വേണ്ടിയിട്ടും സെപ്പറേറ്റ് ബുക്സ് കരുതി വെക്കുക. ഓക്കെ, സോ മിസ് ഇപ്പൊ ഇത്രയും പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ക്വാണ്ടിറ്റി പറയാണ്. അതായത് പ്ലാസ്മയില് 90 to 92% ഓഫ് വാട്ടർ ആണ്. ഓക്കെ, ആൻഡ് പ്രോട്ടീൻസ് പറയുന്നത് എത്ര പെർസെന്റേജ് ആണ്? 6 to 8% ആണ്. ഓക്കെ, അത് ഏതൊക്കെയാ പ്രോട്ടീൻസ്? നമുക്കറിയാം ഫൈബ്രിനോജനും ഗ്ലോബുലിനും ആൽബുമിനും ആണ് അല്ലെ? അപ്പൊ ആൽബുമിന്റെ ഫംഗ്ഷൻ എന്താണ്? നമുക്കറിയാം 3 മേജർ പ്രോട്ടീൻസ് ആണ് ഫൈബ്രിനോജനും ഗ്ലോബുലിനും ആൽബുമിനും. അങ്ങനെയാണെങ്കിൽ ആൽബുമിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ഓസ്മോട്ടിക് ബാലൻസ് ആണ്, റൈറ്റ്? സോ നെക്സ്റ്റ് വൺ ഇസ് ഗ്ലോബുലിൻ. ആൽബുമിൻ എന്ന് പറയുന്ന ഒരു മെഷ് ലൈക്ക് അപ്പിയറൻസ് ആണ് നമുക്ക് കാണുന്നത്. അതേസമയം ഗ്ലോബുലിൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി തിക്കർ ആയിട്ടുള്ള സ്പോഞ്ചി നേച്ചർ ഉള്ള ഒരു പ്രോട്ടീൻ മോളിക്യൂളിനെ പോലെയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഗ്ലോബുലിന്റെ ഫംഗ്ഷൻ എന്താണ്? ഡിഫൻസ് മെക്കാനിസം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് നമുക്കറിയാം ഫൈബ്രിനോജൻ എന്താണ്? കോയാഗുലേഷൻ ഓഫ് ബ്ലഡിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ ആണ്. അപ്പൊ ഈ 3 പ്രോട്ടീൻസും ആണ് അപ്പാർട്ട് ഫ്രം വാട്ടർ പ്ലാസ്മയിലെ മേജർ കണ്ടന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ 3 ഫംഗ്ഷൻസ് ഓർത്ത് വെക്കുക. ഇത് മിസ് ഭയങ്കര സ്പീഡിൽ പറയുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ടോപ്പിക്സ് ഒന്നും നിങ്ങൾ തന്നെ ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പം മിസ്സിന് കുറച്ചും കൂടി തിയറട്ടിക്കൽ ആയിട്ടുള്ള പോർഷൻ കവർ ചെയ്യാനുള്ളത് കൊണ്ടാണ് ഇത് കുറച്ച് സ്പീഡപ്പ് ആക്കി പോകുന്നത്. അപ്പൊ നിങ്ങൾ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, NCERTയിലുള്ള വാല്യൂസ് മാത്രമേ നമ്മൾ പഠിക്കാവൂ. എന്ത് വാല്യൂസ് ആണെങ്കിലും ഓക്കെ, ഏത് ക്വാണ്ടിറ്റീസ് ആണെങ്കിലും NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസേ നോക്കാവൂ. ഒരുപാട് റെഫറൻസ് ബുക്കിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടായിരിക്കും, അതൊന്നും മൈൻഡ് ചെയ്യരുത്. ഓക്കെ, ഇനി നമ്മളിപ്പം ഹിമോഗ്ലോബിൻ മോളിക്യൂളിൽ എടുക്കുകയാണ്, പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ RBCsനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം RBCsന്റെ ഷേപ്പ് എന്താണ്? RBCsന്റെ ഷേപ്പ് പറയൂ. നമുക്കറിയാം ബൈകോൺകേവ് ആണ് RBCs അല്ലെ? വിത്ത് ന്യൂക്ലിയ ആണോ വിത്തൗട്ട് ന്യൂക്ലിയ ആണോ? ന്യൂക്ലിയസ് ഇല്ല. അപ്പം അത് നമുക്കറിയാവുന്ന ഒരു പോയിന്റ് ആണ്. പിന്നെ നമുക്കറിയാം RBCsൽ ഹിമോഗ്ലോബിൻ മോളിക്യൂൾ ഉണ്ട്. എന്താണ് ഹിമോഗ്ലോബിൻ മോളിക്യൂളിന്റെ പ്രത്യേകത? ഹിമോഗ്ലോബിൻ മോളിക്യൂൾസിൽ 2 ചെയിൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണ്? 2 ആൽഫ ചെയിൻസും ഉണ്ട്, 2 ബീറ്റ ചെയിൻസും ഉണ്ട്, ആൻഡ് വി ഹാവ് അയൺ മോളിക്യൂൾ. അപ്പൊ ഈ ഇമേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ബീറ്റ ചെയിൻസിനെ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം, ആൽഫ ചെയിൻസിനെ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ എവിടെയാണ് അയൺ മോളിക്യൂളും ഹീം മോളിക്യൂൾസും അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ 4 ഗ്ലോബിൻ സബ് യൂണിറ്റ്സ് ആണ് ഹിമോഗ്ലോബിൻ ഉള്ളത്. ഓക്കെ, ഇതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ എവിടെയാ പഠിക്കുന്നത്? റെസ്പിറേഷൻ ചാപ്റ്ററിലാണ്. ഓക്കെ,
എങ്ങനെയാണ് നമ്മൾ ഹിമോഗ്ലോബിനും ഓക്സിജനും ബൈൻഡ് ചെയ്യുന്നത്, ഹിമോഗ്ലോബിനും കാർബൺ ഡൈ ഓക്സൈഡും ബൈൻഡ് ചെയ്യുന്നത്, ആ പോർഷൻസിൽ നമുക്ക് ഈ 4 ഓക്സിജൻ മോളിക്യൂൾസിന്റെ ബോണ്ടിങ് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഹീം മോളിക്യൂളിന്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ, ഇനി ഒരു ഹീമോഗ്ലോബിൻ, ഐ മീൻ 250 മില്യൺ ഹീമോഗ്ലോബിൻ പ്രോട്ടീൻസ് ആണ് ഒരു RBCs ഉള്ളത്. സി മിസ് ഇങ്ങനത്തെ പോയിന്റ്സ് ഒക്കെയാണ് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞത്. മനസ്സിലായി? ഇത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. നിങ്ങൾക്ക് ഇതൊരു ട്രൂ ഓർ ഫാൾസ് സ്റ്റേറ്റ്മെന്റ്, സി ഒരു 1 വേർഡ് MCQ ആണെങ്കിൽ ഒരു പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ പെട്ടെന്ന് ക്ലിക്ക് ആവുമായിരിക്കും. പക്ഷെ ഇത് തന്നെ നമുക്കിപ്പോ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ആയിട്ടോ തരുവാണെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ കഴിയുന്നത് നമ്മൾ ക്വാണ്ടിറ്റീസ് ഒക്കെ നോട്ട് ചെയ്തിട്ടിരുന്ന് പഠിക്കണം. ഓക്കെ, അങ്ങനെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. നമുക്കറിയാം RBCs ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്. സി എല്ലാ നമ്മുടെ സെൽസും, ഓക്കെ, നമ്മുടെ ബ്ലഡ് സെൽസിന്റെയും ഒറിജിൻ എന്ന് പറയുന്നത് നമ്മുടെ റെഡ് ബോൺ മാരോ ആണ്. ഓക്കെ, റെഡ് ബോൺ മാരോയിൽ നിന്ന് ഒരു ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽ ഉണ്ടായിരിക്കും. ആൻഡ് ഫ്രം ദാറ്റ് സ്റ്റെം സെൽ you will see that the WBCs and RBCs and the platelets will be arising. So നമ്മുടെ ഹെമറ്റോപോയസിസ് എന്ന് പറയുന്നത് എന്താണ്? ഫോർമേഷൻ ഓഫ് ബ്ലഡ് സെൽസ് അല്ലേ? അതെ. സോ എറിത്രോപോയസിസ് എന്താണ്? പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് RBCs. സോ അത് അങ്ങനത്തെ ടേംസ് ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് ഓർത്തു വെക്കുക. സി നിങ്ങൾക്ക് കേട്ട് പരിചയം ഉണ്ടാവും. ഇത് എനിക്ക് എവിടെയോ അറിയാം, ഇത് മിസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് എവിടെയാണെന്ന് ഓർമ്മ വരുന്നില്ല. അങ്ങനത്തെ പോയിന്റ്സ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാനാണ് മിസ് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞ് നമ്മൾ എപ്പോഴും പിക്ടോറിക്കൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കണമെന്ന്. മനസ്സിലായോ? അപ്പൊ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സ് പറഞ്ഞു തന്നാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അല്ലെങ്കിൽ മിസ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു തന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഒക്കെ ഉപയോഗിച്ച് പറഞ്ഞു തന്നെയാണെങ്കിൽ. അതല്ലെങ്കിൽ പിന്നെ നിങ്ങളെ ബ്രെയിൻ അത് റീമാപ്പ് ചെയ്യുന്നത് ഇമേജസിനെ വെച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ WBC. ഓക്കെ, നമ്മുടെ ല്യൂക്കോസൈറ്റ്സ്. സോ ല്യൂക്കോസൈറ്റ്സിന്റെ പ്രത്യേകത എന്താണ്? കളർലെസ് ആണ് അല്ലേ? ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞൊരു മോളിക്യൂളേ അവിടെ ഇല്ല. പിന്നെ RBCs WBC നമ്മുടെ മെയിൻ ഡിഫറൻസ് എന്താ? ന്യൂക്ലിയസ് ഉണ്ട് WBCs അല്ലേ? അപ്പൊ ഇവിടെ നമുക്കറിയാം, RBCs നമുക്കറിയാം 5 to 5.5 മില്യൺ പെർ മില്ലിമീറ്റർ ക്യൂബ് ഓഫ് ബ്ലഡ് ആണെന്ന്. അപ്പം അതേപോലെ തന്നെ WBCയുടെ കൗണ്ട് നമ്മൾ ഓർത്തിരിക്കണം, 6000 to 8000 പെർ മില്ലിമീറ്റർ ക്യൂബ് ഓഫ് ബ്ലഡ് ആണെന്ന്. ഓക്കെ, ഇനി നമുക്ക് അറിയാം 2 മേജർ കാറ്റഗറീസ് ഓഫ് WBCs ഉണ്ടെന്ന്. ഏതൊക്കെയാണ് 2 മേജർ കാറ്റഗറി ഓഫ് WBCs? ഗ്രാനുലോസൈറ്റ്സും അഗ്രാനുലോസൈറ്റ്സും അല്ലെ? ഇനി ഗ്രാനുലോസൈറ്റ്സിൽ ആരൊക്കെയാ വരുന്നത്? ഗ്രാനുലോസൈറ്റ്സിൽ ആരൊക്കെയാ വരുന്നത്? നമുക്കറിയാം, ഗ്രാനുലോസൈറ്റ്സിൽ you have neutrophils, you have eosinophils and you have basophils, right? അപ്പൊ ന്യൂട്രോഫിൽസിന്റെ റോൾ എന്താ? ബാക്ടീരിയാസിനെയൊക്കെ കില്ല് ചെയ്യുക. ഓക്കെ, നമ്മൾ ഈ 3 ഇമേജ് നിങ്ങൾക്ക് ഒരേപോലെ തോന്നുന്നുണ്ടാവും, പക്ഷെ നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ആ ഇമേജസ് നിങ്ങൾ കഴിയുന്ന ഓർത്തിരിക്കാൻ. ഇപ്പൊ ഈ ഇമേജ് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ നല്ല ഇമേജസ് കിട്ടും. കഴിയുന്നതും മാക്സിമം ഇമേജസ് വെച്ചിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, സോ യു ഹാവ് ന്യൂട്രോഫിൽസ്, ഈസ്നോഫിൽസ് ആൻഡ് ബേസോഫിൽസ്. ബേസോഫിൽസിന്റെ റോൾ എന്താണ്? എല്ലായിടത്തും നമുക്ക് അറിയാം, ഓക്കെ, എന്തോ എക്സ്റ്റേണൽ ഏജൻസിയുടെ അറ്റാക്കിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യലാണ് അവരുടെ റോൾ എന്ന് ജനറലൈസ് ആയിട്ട്. ബട്ട് പെർട്ടിക്കുലർ ആയിട്ട് നമുക്ക് അറിയാം അത് ബാക്ടീരിയ ഏതാണ്, പാരസൈറ്റിക് വോംസ് എന്താണ്. ഓക്കെ, സോ ന്യൂട്രോഫിൽസിന്റെ കേസിൽ ബാക്ടീരിയ, ഈസ്നോഫിൽസിന്റെ കേസിൽ പാരസൈറ്റിക് വോംസ്, ആൻഡ് ബേസോഫിൽസിന്റെ കേസിൽ അട്രാക്ടിങ് അതർ WBCs. ഓക്കെ, സോ ദാറ്റ് ഇങ്ങനെ സിംപ്ലിഫൈഡ് ആയിട്ട് നിങ്ങൾ ഫംഗ്ഷൻസ് പഠിക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, ആൻഡ് കമ്മിങ് ഓൺ ടു അഗ്രാനുലോസൈറ്റ്സ്. അഗ്രാനുലോസൈറ്റ്സ് നമുക്കറിയാം 2 മെയിൻ ആൾക്കാരാണുള്ളത്, ലിംഫോസൈറ്റ്സും മോണോസൈറ്റ്സും. സോ ലിംഫോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ ലിംഫോസൈറ്റ്സിന്റെ റോൾ എന്താണ്? ഫൈറ്റ് വൈറസസ് ആൻഡ് ട്യൂമേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം, വിച്ച് among the following is responsible for among the leukocytes which is responsible for fighting viruses and tumors? Or അപ്പൊ അങ്ങനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ 1 വേർഡിൽ എല്ലാത്തിന്റെ ആൻസേഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പം ഏതൊരു സ്ട്രക്ചറിന്റെ ഫംഗ്ഷൻ പഠിക്കുമ്പോഴും അതിന്റെ ഒരു 1 വേർഡ് ഫംഗ്ഷണൽ ആൻസർ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എത്ര കൺഫ്യൂസിംഗ് ആയ ക്വസ്റ്റ്യൻസ് ഇട്ടാലും നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ വേണം നമ്മൾ അതിനെ ടാക്കിൾ ചെയ്യാൻ. ഓക്കെ, സോ അപ്പൊ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഉള്ളത് ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്. ഓക്കെ, ആൻഡ് വൺ മോർ തിങ്, എമംഗ് us the leukocytes, ഏറ്റവും ലാർജസ്റ്റ് ല്യൂക്കോസൈറ്റ് എന്ന് പറയുന്നത് മോണോസൈറ്റ് ആണ്. ഓക്കെ, ആൻഡ് ഏറ്റവും ലൈക് ആൻഡ് മോസ്റ്റ് അബണ്ടന്റ് among the WBCs എന്ന് പറയുന്നത് ന്യൂട്രോഫിൽസ് ആണ്. ഓക്കെ, ആൻഡ് അതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട 2 പോയിന്റ് എന്ന് പറയുന്നത്. ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ളത് ന്യൂട്രോഫിൽസ് ആണെങ്കിൽ ഏറ്റവും വലുത് മോണോസൈറ്റ്സ് ആണ്. ഓക്കെ, ഇനി
നമുക്കറിയാം എങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ടിങ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത് എന്ന് വി നോ ഇറ്റ് ക്ലിയർലി. അപ്പം എന്തിനാണ് ബ്ലഡ് ക്ലോട്ടിങ് നടക്കുന്നത്? നമുക്കിപ്പം നമ്മുടെ ബ്ലഡ് വെസൽസിൽ ഏതെങ്കിലും ഒരു ബ്ലഡ് വെസൽസ് ഡാമേജ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹെമറേജ് സംഭവിക്കാതിരിക്കാൻ, അതായത് എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിങ് നടന്നുകൊണ്ട് ആ ആള് നമ്മൾ ബ്ലഡ് ലോസ്, സിവിയർ ബ്ലഡ് ലോസ് ക്യാൻ ഈവൻ ലീഡ് ടു ഡെത്ത്, റൈറ്റ്? അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മുടെ ബോഡി തന്നെ കണ്ടുപിടിച്ചിരിക്കുന്ന മെക്കാനിസം ആണ് ബ്ലഡ് ക്ലോട്ടിങ്. ഇഫ് ഇറ്റ് ഇസ് സോ, ഒരു ക്ലോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ഫോംഡ് ഓഫ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു നെറ്റ്വർക്ക് ഓഫ് ത്രെഡ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഫൈബ്രിൻ എന്ന് പറയാം. യു കോൾ ഇറ്റ് ആസ് ഫൈബ്രിൻ. ഓക്കെ, സോ ദ ക്ലോട്ട് ഇസ് ഫോംഡ് ഓഫ് എ നെറ്റ്വർക്ക് ഓഫ് ഫൈബ്രിൻ വിച്ച് യു ക്യാൻ നെയിം ഇറ്റ് ആസ് ഫൈബ്രിൻ. ഓക്കെ, സോ ഈ ഫൈബ്രിൻസിനകത്ത് എന്തൊക്കെയാ ഉൾപ്പെട്ടിട്ടുള്ളത്? ഡെഡ് ആൻഡ് ഡാമേജ് ഫോംഡ് എലമെന്റ്സ്. സോ നമ്മുടെ ബ്ലഡിലെ ഫോംഡ് എലമെന്റ്സ് ഡെഡും ഡാമേജും ആയിട്ടുള്ള ഫോംഡ് എലമെന്റ്സ് ഈ ഫൈബ്രിൻ മെഷിനകത്ത് ട്രാപ്ഡ് ആവുകയും അത് പിന്നീട് ക്ലോട്ട് ഫോം ചെയ്യാൻ വേണ്ടി കാരണമാവുകയും ചെയ്യാണ് സാധാരണ നടക്കാറുള്ള ഒരു പ്രോസസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഈ ഫൈബ്രിൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ദീസ് ഫൈബ്രിൻസ് ആർ ഫോംഡ് ബൈ ദി കൺവേർഷൻ ഓഫ് നമ്മുടെ ഇനാക്റ്റീവ് ആയിട്ട് ഇരിക്കുന്ന ഫൈബ്രിനോജൻ, പ്ലാസ്മയിലുള്ള ഇനാക്റ്റീവ് ആയിട്ടുള്ള ഫൈബ്രിനോജൻ ഓക്കെ കൺവേർട്ട് ചെയ്തിട്ട് ഫൈബ്രിനായി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് അത് ഫൈബ്രിനായിട്ട് മാറുന്നത്? സോ ഇനാക്റ്റീവ് ഫൈബ്രിനോജൻ ഫൈബ്രിൻ ആവുന്നത് ആരുടെ പ്രസൻസിലാണ്? ത്രോംബിന്റെ പ്രസൻസിലാണ്. ഓക്കെ, അപ്പൊ ത്രോംബിൻ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇറ്റ് ഇസ് ഫോംഡ് ഇൻ ദ പ്രസന്റ്, ലൈക് ഇറ്റ് ഇസ് ഫോംഡ് ഫ്രം an inactive substance, okay, called as prothrombin. അപ്പൊ ഫൈബ്രിൻ is formed out of inactive fibrinogen in the presence of thrombin. Okay, thrombin is formed by the inactive substance called as prothrombin. Okay, അപ്പൊ നമുക്ക് ഇവിടെ അറിയാം ഒരു സീരീസ് ഓഫ് റിയാക്ഷൻ ആണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ എന്ത് പറയാം? കാസ്കേഡ് പ്രോസസ് എന്നും നമുക്ക് പറയാൻ പറ്റും. നമുക്കറിയാം എന്തിനാണ് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്? വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് സ്റ്റോപ്പിംഗ് ബ്ലീഡിങ്? നമുക്ക് we should make sure that the person doesn't die from hemorrhage, right? So ഈ ഒരു ഹീമോസ്റ്റേസിസ് അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിംഗ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ്ലി നമുക്ക് ബ്ലീഡിംഗ് ഉണ്ടായിരിക്കും, ആൻഡ് സെക്കൻഡ്ലി വാസ്കുലർ സ്പാസം ഉണ്ടായിരിക്കും, ആൻഡ് തേർഡ് തിങ് ദാറ്റ് ഹാപ്പൻസ് ഇസ് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ. ആ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷനിലാണ് നമ്മളിപ്പോ പറഞ്ഞ ഫൈബറിന്റെ ആക്ഷനും ഫൈബ്രിനോജന്റെയും പ്രോത്രോംബിന്റെയും ഒക്കെ ആക്ഷൻസ് വരുന്നത് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ എന്ന തേർഡ് സ്റ്റെപ്പിലാണ്. ഓക്കെ, ആൻഡ് ഫൈനലി വാട്ട് ഹാപ്പൻസ് ഇസ് കോയാഗുലേഷൻ ഓർ ബ്ലഡ് ക്ലോട്ടിംഗ്. Am I clear? നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മുടെ ഒരു ബ്ലഡ് വെസൽ ഇഞ്ചേർഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോംഡ് എലമെന്റ്സ്, ഡെഡ് ആൻഡ് ഡാമേജ് ഫോംഡ് എലമെന്റ്സ് ഈ ഫൈബ്രിനിൽ ട്രാപ്പ് ആവുകയും അവിടെ ക്ലോട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഈ ഫൈബ്രിൻ ഫോം ചെയ്യുന്നത് ഇനാക്റ്റീവ് ഫൈബ്രിനോജനിൽ നിന്നാണ്, ഇൻ ദ ഹെൽപ്പ് ഓഫ് an enzyme called as thrombin. Okay, and it is in turn formed from another inactive substance, namely prothrombin. Okay, അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പം ഇവിടെ നമ്മള് ഇപ്പം നമ്മുടെ ആ വെസൽ, അതായത് ഡാമേജ് ആയ വെസൽ ഹീൽ ആയി കഴിഞ്ഞാൽ ഓക്കെ, പിന്നെ നമുക്ക് ആ ക്ലോട്ടിനെ റിമൂവ് ചെയ്യണ്ടേ? അതെങ്ങനെ നമുക്ക് ആ ക്ലോട്ടിനെ റിമൂവ് ചെയ്യാൻ പറ്റുക? ബൈ മീൻസ് ഓഫ് ഫൈബ്രിനോലൈസിസ്, റൈറ്റ്? ഓക്കെ, അപ്പൊ അത്രയും സ്റ്റെപ്സ്, ആ 4 സ്റ്റെപ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. മിസ് പറഞ്ഞ ഈ 4 സ്റ്റെപ്പ് വ്യക്തമായിട്ട് ഓർത്ത് വെക്കുക. എന്തൊക്കെയാണ് ഒരു ഹീമോ സ്റ്റേസിസ് നടക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന 4 സ്റ്റെപ്സ്. അപ്പൊ ഇങ്ങനെ ഒരു നമ്മൾ 4 സ്റ്റെപ്പുകളിൽ അല്ലെങ്കിൽ സ്റ്റേജസിലൊക്കെ നമ്മളൊരു പ്രോസസ്സ് പഠിക്കുമ്പോൾ അവിടെ നിന്ന് എങ്ങനെയായിരിക്കും എക്സാമിനർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക? അപ്പം അത് ആ സ്റ്റെപ്പ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജസിന്റെ ഓർഡറിൽ അവർക്ക് ചോദിക്കാം അല്ലെ? ആദ്യം എന്താ സംഭവിക്കുന്നത്, പിന്നെ എന്താ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ ആ ഒരു ഓർഡർ അവർക്ക് ചോദിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് പഠിക്കുമ്പോഴും ആ എക്സാമിനർ ഈ ടോപ്പിക്കിന് എങ്ങനത്തെ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ഇടാൻ സാധ്യതയുള്ളത്. വെറുതെ ഇങ്ങനെ വായിച്ചു പോയിട്ട് കാര്യമില്ല, മനസ്സിലായി? നമ്മളൊരു ടോപ്പിക് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിൽ നിന്ന് എങ്ങനെ, ലൈക്ക് ഏതൊരു ലെവൽ വരെ അവർക്ക് ചോദിക്കാൻ പറ്റും. നിങ്ങൾ NCERT നിന്ന് മാക്സിമം 4-5 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ അവർ ചോദിക്കുള്ളൂ. ബാക്കിയൊക്കെ NCERT ഉള്ളിൽ തന്നെ ചോദിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഓരോ വരികളും വായിക്കുമ്പോൾ ഇതിനകത്ത് നിന്ന് ഇപ്പൊ എങ്ങനെയാണ് എക്സാമിനറിന് മാക്സിമം ഡയറക്ട്ലി ദാറ്റ് ഡസൻ മീൻ ദാറ്റ് നമ്മൾ ആ ഒരു ടെക്സ്റ്റുവൽ ഓർഡറിൽ തന്നെ അവർ ചോദിക്കണമെന്നില്ല. ഇപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ നമ്മളിപ്പോ പറഞ്ഞു ബ്രയോഫൈറ്റ്സ്, എൽഡോഫൈറ്റ്സിന്റെ ഒക്കെ ആൻജിയോസ്പോംസിന്റെ ഒക്കെ ലൈഫ് സൈക്കിൾ ഡിലീറ്റഡ് ആണ് എന്ന് പറഞ്ഞു പ്ലാന്റ് കിങ്ഡത്തിനകത്ത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ +2 സെക്ഷൽ റിപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിക്കുന്നുണ്ട്. നമുക്ക് ഒരിക്കലും സ്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല അത് കംപ്ലീറ്റ്ലി ചാപ്റ്റർ റിമൂവ്ഡ് ആണെന്ന്. അപ്പം അവർക്ക് അതിൽ നിന്നും ചോദിക്കാം അല്ലെ?
അപ്പൊ അതാ പറഞ്ഞ് നമ്മൾ ഒരു രീതിയിലാണെങ്കിൽ വേറെ രീതിയിൽ ഹ്യൂമൻ ഫിസിയോളജി റിലേറ്റഡ് ആണ്. അപ്പൊ നമുക്ക് ഏത് പാർട്ട് എന്ന് വേണമെങ്കിലും ചോദിക്കാം, പക്ഷെ അത് ഇന്റർ റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഫ്രം NCERT, റൈറ്റ്? അപ്പൊ അങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, മിസ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യു ഹാവ് എനി ഡൗട്ട്സ് അപ് ടു ദിസ്? ഇനി നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ് നോക്കുന്നത്. ഓക്കെ, മിസ് ബ്ലഡ് ഗ്രൂപ്പ് പഠിക്കാൻ വേണ്ടി ഒരു സിമ്പിൾ ആയ ഒരു സ്റ്റോറി പറഞ്ഞുതരാം, ഒരു കോഡ് പോലെ. ഓക്കെ, ഇതുവരെ ബ്ലഡ് ഗ്രൂപ്പ് കാണാപ്പാടം പഠിച്ചവർക്കും അതേപോലെ മനസ്സിലാക്കാതെ റാൻഡം ആയിട്ട് പഠിച്ചവർക്കും കൂടി വേണ്ടിയിട്ട് ആണ് മിസ് ഈ ടിപ്പ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നാണ് മിസ് വിചാരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, കാണുന്നുണ്ടോ സ്ക്രീൻ? വിസിബിൾ ആണോ? ഓക്കെ, നമ്മളിനി ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ് നോക്കുന്നത്. ഓക്കെ, നമുക്കറിയാം. ഓക്കെ, ലെറ്റ് മീ ആസ്ക് യു സംതിങ്. ആരാണ് ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പിംഗ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്? ഇനി ഐഡിയ? മിസ് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും NCERT-യിൽ ഇല്ലാത്ത പോയിന്റ്സ് പറയുന്നുണ്ടെങ്കിൽ അത് ലാസ്റ്റ് ഒരു PDF പോലെ ആക്കി വെച്ചിട്ടുണ്ട്. മിസ് അത് സെൻഡ് ചെയ്ത് തരാം, അത് വായിക്കണം എന്തായാലും. ഓരോ ചാപ്റ്റർ ഇതേപോലെ എക്സ്ട്രാ പോയിന്റ്സ് നമുക്ക് എവിടെ നിന്ന് കിട്ടിയാലും ഒരു പേപ്പർ എടുക്കുക, അപ്പൊ തന്നെ എന്നിട്ട് അത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് അതാത് ദിവസം പഠിച്ചു പോകാൻ പറ്റിയില്ലെങ്കിലും whenever you're getting free time, make sure that at least you randomly read it. Okay, അപ്പം നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിംഗിൽ നമുക്കറിയാം ഓൾറെഡി 4 types ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട്, AB and O, റൈറ്റ്? അപ്പൊ നമുക്കിനി എങ്ങനെയാണ് ഈ ബ്ലഡ് ഗ്രൂപ്പിനെ ഒന്ന് സിംപ്ലിഫൈഡ് ആയിട്ട് പഠിക്കാൻ പറ്റുക? മിസ് ഇവിടെ 4 ബ്ലഡ് ഗ്രൂപ്പ്സിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പിന്നെ ജസ്റ്റ് ആൻസർ മീ. പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നില്ലേ? കംപ്ലീറ്റ്ലി സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്, കാരണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു പേജ് ഫുൾ കാണാൻ പറ്റുന്നില്ലേ? നമ്മളിവിടെ 4 ബ്ലഡ് ഗ്രൂപ്പ്സിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഈ ഓക്കെ ദിസ് റെഡ് തിങ് ദാറ്റ് യു ക്യാൻ സീ ഹിയർ, ഹി ഈസ് ദി RBC. ഓക്കെ, അവനെ നമുക്ക് RBC ആയിട്ട് കണക്കാക്കാം. അപ്പൊ RBCയുടെ മുകളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? സർഫസ് ആന്റിജൻസ് എപ്പോഴും RBCസിന്റെ മുകളിലല്ലേ ഉണ്ടായിരിക്കുക. അപ്പം ഓരോ ബ്ലഡ് ഗ്രൂപ്പിന്റെ മുകളിൽ അവരവരുടെ RBCs ഉണ്ട്. അപ്പൊ നമുക്കത് ഫ്ലാഗ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, എന്റെ ഞാൻ ഒരു കിങ്ഡം ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഒരു കാസ്റ്റൽ. ഓക്കെ, യു കൻ റിമെമ്പർ ഇറ്റ് ലൈക്ക് ദാറ്റ്. സോ എന്റെ ഒരു കിങ്ഡത്തിന്റെ പേര് A ആണ്. ഓക്കെ, സോ നമുക്കറിയാം നമ്മൾ പണ്ടൊക്കെ ഒരു കാസ്റ്റൽ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആ കാസ്റ്റലിലുള്ള ആൾക്കാരെല്ലാം ഒരുമിച്ചായിരിക്കും താമസിക്കുന്നത്. ഓക്കെ, കാസ്റ്റൽ ഇൻ ദ സെൻസ് നമ്മൾ ഹിസ്റ്റോറിയൻ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു പർട്ടിക്കുലർ കിങ്ഡം ഉണ്ടായിരിക്കും. ആ കിങ്ഡത്തിലുള്ള ആൾക്കാരൊക്കെ ആ രാജാവ് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിനനുസരിച്ചായിരിക്കും ജീവിക്കുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ നമുക്ക് A എന്ന് പറയുന്ന ഒരു കിങ്ഡം ഉണ്ട്. അപ്പം അത് നമുക്ക് യു ക്യാൻ സേ ദാറ്റ് A is waving a flag. Okay, so your blood group A is considered as a kingdom A which waves a flag called as A. Okay, അപ്പൊ A എന്ന് പറയുന്നത് നമ്മുടെ സർഫസ് ആന്റിജൻ ആണ്. നമുക്ക് അങ്ങനെ ഇമാജിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കലും എന്റെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ആർമീസ് ഒരിക്കലും സെൽഫ് അറ്റാക്കിംഗ് ആയിരിക്കില്ലല്ലോ, അല്ലെ? ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന എന്റെ ഒരു ഓപ്പോസിറ്റ് B കിങ്ഡം ഉണ്ട്. അപ്പൊ B കിങ്ഡം എപ്പോ എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു അതെനിക്ക് ഹാർംഫുൾ ആയിരിക്കും. സോ ഡെഫിനറ്റ്ലി ഐ ബി ട്രെയിനിങ് മൈ ആർമി ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ ഫൈറ്റ് കിങ്ഡം B, റൈറ്റ്? സോ ഞാൻ ഉണ്ടാക്കുന്ന ആർമീസ് ഡെഫിനറ്റ്ലി വിൽ ബി കേപ്പബിൾ ഓഫ് ഫൈറ്റിംഗ് ദി ആന്റിജൻ B, റൈറ്റ്? സോ ഡെഫിനറ്റ്ലി എന്റെ ആന്റിബോഡീസ് എങ്ങനെയായിരിക്കും? B യെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കും. ഒരിക്കലും ഞാൻ ആന്റിബോഡീസ് A ഉണ്ടാക്കില്ല. വൈ? ഇറ്റ് ഷുഡ് ബി ലൈക്ക് നമ്മുടെ ആർമിയിൽ നമ്മൾ തന്നെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യില്ലല്ലോ. സോ ഡെഫിനറ്റ്ലി വിൽ ക്രിയേറ്റ് എൻ ആർമി വിച്ച് ഇസ് അഗെയിൻസ്റ്റ് B ആന്റിജൻ. സോ A എന്ന് പറയുന്ന കിങ്ഡത്തിനകത്തുള്ള ആർമി ആരാണ്? ആന്റി B ആണ്. ഓക്കെ, സിമിലർലി ഇഫ് യു കം ടു ബ്ലഡ് ഗ്രൂപ്പ് B, ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ അവിടെ ഡെഫിനറ്റ് ആയിട്ടും ആന്റി A ആന്റിബോഡീസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. കാരണം B എപ്പോ വേണമെങ്കിലും Aയുടെ നിന്ന് അറ്റാക്ക് പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. എല്ലാവരും നിയർ ബൈ കിങ്ഡംസിലുള്ള ആൾക്കാരാണ്. ഓക്കെ, എപ്പോ വേണമെങ്കിലും നമുക്ക് അറ്റാക്ക് വരാം. സോ നമ്മൾ റെഡി ആയിരിക്കുക എന്നുള്ള രീതിയിൽ ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് ആർമി വിച്ച് ഇസ് കേപ്പബിൾ ഓഫ് ഫൈറ്റിംഗ് ബ്ലഡ് ഗ്രൂപ്പ് A. ഓക്കെ,
ഇനി നമ്മളിപ്പം സി ഞാൻ ബ്ലഡ് ഗ്രൂപ്പ് സി എന്ന് മെൻഷൻ ചെയ്തത് AB ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ഓക്കെ, ഡോണ്ട് ലൈക് മിസ്അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ആസ് ഡോണ്ട് ഹാവ് ബ്ലഡ് ഗ്രൂപ്പ് സി. ഓക്കെ, AB ആൻഡ് O ആണ് നമുക്കുള്ളത്. കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടി മിസ് അങ്ങനെ മെൻഷൻ ചെയ്തേ ഉള്ളൂ. അതൊരിക്കലും സി ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ബ്ലഡ് ഗ്രൂപ്പ് നമുക്കില്ല. ഓക്കെ, അപ്പം AB ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്കറിയാം അവിടെ 2 സർഫസ് ആന്റിജൻസ് ഉണ്ടാവും. സോ നമുക്ക് ഒരിക്കലും ഒരു പർട്ടിക്കുലർ ആന്റിബോഡി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഇപ്പൊ നമ്മൾ A ആന്റിബോഡി, അതായത് ഇപ്പം നമ്മുടെ കിങ്ഡം AB ആണെന്നുണ്ടെങ്കിൽ അതിന് 2 പേർക്കും ഒപ്പോസിങ് ആയി പോവില്ലേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആന്റിബോഡീസ്. സി നമ്മൾ ഉണ്ടാക്കുന്ന ആർമി നമ്മുടെ കിങ്ഡത്തിലുള്ളവരെ തന്നെ ഫൈറ്റ് ചെയ്ത് കൊല്ലുക എന്ന് പറയുമ്പോൾ ദാറ്റ് ഡസന്റ് മേക്ക് സെൻസ്, റൈറ്റ്? സോ അപ്പൊ നമ്മൾ അവിടെ ആർമീസ് ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. ദാറ്റ് മീൻസ് നമ്മൾ വീക്ക് ആണെന്നാണോ അതിന്റെ അർത്ഥം? അല്ല. ഓക്കെ, സോ നമുക്ക് ആന്റിബോഡീസ് ഒന്നും തന്നെ ഇല്ല when it comes to AB blood group. And when it comes to blood group O, okay, blood group D എന്ന് മിസ് ഉദ്ദേശിക്കുന്ന blood group O ആണ്. മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. ഉറക്കം തൂങ്ങിയിരുന്ന് വായിക്കുമ്പോൾ blood group C മിസ് പഠിപ്പിച്ചു എന്ന് പിന്നെ പറയരുത്. ഓക്കെ, സോ ഇറ്റ്സ് blood group O. Okay, when it comes to O, നമുക്കറിയാം O ബ്ലഡ് ഗ്രൂപ്പിന് സർഫസ് ആന്റിജൻസ് ഒന്നും തന്നെ ഇല്ല. ദാറ്റ് മീൻസ് വാട്ട്? സി സർഫസ് ആന്റിജൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ അറ്റാക്ക് ചെയ്യേണ്ട ഒരു പ്രശ്നം വരുന്നില്ലല്ലോ. നമുക്ക് ഏത് ആന്റിബോഡീസിനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. സെൽഫ് അറ്റാക്കിംഗ് വിൽ നോട്ട് ബി ദേർ. സോ ഡെഫിനറ്റ്ലി നമ്മുടെ ആർമീസിൽ ആന്റി എയും ആന്റി ബി ആന്റിബോഡീസും ഉണ്ട്. ഇതുവരെ ക്ലിയർ ആണോ? അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സി അപ്പം A ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരാൾക്ക് എയിൽ നിന്ന് മാത്രമേ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഓൾസോ ബിക്കോസ് ആന്റിജൻസ് ഒന്നും സർഫസ് ആന്റിജൻസ് ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ടും ഓയിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും. ഇറ്റ് കംസ് ടു ബ്ലഡ് ഗ്രൂപ്പ് ബി, ബിക്ക് ബിയിൽ നിന്ന് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ, എയിൽ നിന്ന് റിസീവ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ആന്റി എ ആന്റിബോഡീസ് ആ ആർമിയിൽ ഇല്ലേ. അപ്പൊ എ ബ്ലഡ് ഗ്രൂപ്പുകാർ വന്നു കഴിഞ്ഞാൽ അത് കോയാഗുലേറ്റ് ചെയ്യില്ലേ. സോ ദാറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ, റൈറ്റ്? വാട്ട് ഹാപ്പൻസ് ദെൻ? അങ്ങനെ നമ്മൾ മിക്സിംഗ് അപ്പ് ഓഫ് ബ്ലഡ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്താണ് അതിന്റെ ഒരു കോൺസിക്വൻസ്? RBCs ബ്രേക്ക് ഡൗൺ ചെയ്യും, റൈറ്റ്? ഇറ്റ് കൻ ലീഡ് ടു സിവിയർ അനീമിയ ഓർ ജോണ്ടിസ്. അതാണ് അതിന്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത്. സോ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളെ കയ്യിൽ നിന്ന് മാത്രമേ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. സിമിലർലി O ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളെ കയ്യിൽ നിന്ന്. ഓക്കെ, ആൻഡ് when it comes to AB ബ്ലഡ് ഗ്രൂപ്പ്, he is such a free man. Okay, he can receive blood from anyone. Like AB ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നാവാം, എയിൽ നിന്നാവാം, ബിയിൽ നിന്നാവാം, അല്ലെങ്കിൽ ഓയിൽ നിന്നാവാം. എല്ലാവരുടെ കയ്യിൽ നിന്നും റിസീവ് ചെയ്യാൻ പറ്റും. ഹെൻസ് വി കോൾ ബ്ലഡ് ഗ്രൂപ്പ് ബി ആസ് AB നമ്മൾ എങ്ങനെയാണ് പൊതുവെ പറയുന്നത്? ജനറലൈസ് ചെയ്ത് നമുക്ക് എങ്ങനെ പറയാം? AB ബ്ലഡ് ഗ്രൂപ്പ് എല്ലാവരുടെ കയ്യിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ യു ക്യാൻ കോൾ ഇറ്റ് ആസ് എ യൂണിവേഴ്സൽ റെസിപ്പിയന്റ്, റൈറ്റ്? ദെൻ യു കം ടു O. സി ഓയുടെ കേസിൽ ഓയുടെ കയ്യിൽ നിന്ന് മാത്രമേ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈസ് നോട്ട് എ ഫ്രണ്ട്ലി മാൻ. ആരുടെ കയ്യിൽ നിന്നും അങ്ങനെ ഇങ്ങനെ ഒന്നും വാങ്ങുന്ന ഒരാളല്ല. ഓക്കെ, സോ ബ്ലഡ് ഗ്രൂപ്പ് ഓയുടെ കേസിൽ യു കനോട്ട് റിസീവ് ഫ്രം എനി അതർ ബ്ലഡ് ഗ്രൂപ്പ്. ബട്ട് ഇൻസ്റ്റന്റ് നമുക്കറിയാം ആന്റി എ ആന്റിബോഡീസും ആന്റി ബി ആന്റിബോഡീസും ഉള്ളത് കൊണ്ട് തന്നെ സർഫസ് ആന്റിജൻസ് ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് ഹി ക്യാൻ ഡൊണേറ്റ് ബ്ലഡ് ടു എനിവൺ. നമുക്ക് കാണാം ഇവിടെ എല്ലാത്തിലും എല്ലാ ഫ്ലാഗ് പിടിച്ചു നിൽക്കുന്ന ഗൈസിന്റെ ഡൊണേറ്റിംഗ് ഓപ്ഷൻസ് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തൊക്കെ ഓനെ കാണാൻ പറ്റും. സോ ഡെഫിനറ്റ്ലി വി ക്യാൻ സേ ദാറ്റ് ഓ ഇസ് സച്ച് എ ഗുഡ് ഗൈ, ഹി ക്യാൻ ഡൊണേറ്റ് ടു ഓൾ അതർ ബ്ലഡ് ഗ്രൂപ്പ്സ്. ഇനി നമ്മൾ ഓർക്കേണ്ട കാര്യം, ഓക്കെ, നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് AB O ഒക്കെ കണ്ടുപിടിക്കുന്നതെന്ന്. ബട്ട് ഡെഫിനറ്റ്ലി ദർ ഇസ് സംതിങ് കോൾഡ് RH ഫാക്ടർ, റൈറ്റ്? നമുക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മനസ്സിലാക്കാൻ സയന്റിസ്റ്റ് ഹാസ് ഡിസ്കവേർഡ് ദിസ് RH ഫാക്ടർ ഫ്രം റീസസ് മങ്കി. അപ്പൊ RH എന്നുള്ളതിന്റെ അർത്ഥം റീസസ് ആണ്. ആരാണ് റീസസ് സിസ്റ്റം കണ്ടുപിടിച്ചത്? Rhesus system was discovered by Landsteiner and Weiner. Okay, it was discovered by Landsteiner and Weiner. So Landsteiner Weiner ആണ് റീസസ് സിസ്റ്റം കണ്ടുപിടിച്ചത്. അത് തന്നെ നമ്മൾ റീസസ് മങ്കീസിലായിരുന്നു ആദ്യമായിട്ട് കണ്ടുപിടിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം RH ആന്റിജൻ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ ആന്റിജൻ A ആന്റിജൻ കൂടാതെ RBCയുടെ സർഫസിൽ ഒരു ആന്റിജനും കൂടി അപ്പൊ ഉണ്ടായിരിക്കും എന്നല്ലേ അതിന്റെ അർത്ഥം? Of course ആണ്. So you can see here another flag is being held in hand by if suppose നമ്മൾ A ബ്ലഡ് ഗ്രൂപ്പ് എടുക്കുവാണ്, A ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആള് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി he will be having a D flag on the very next hand. ഓക്കെ, പക്ഷെ ഇപ്പൊ B നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തുണ്ടായിരിക്കില്ല? D ഫ്ലാഗ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, D ഫ്ലാഗ് ആബ്സെന്റ് ആയിരിക്കും. D ഫ്ലാഗ് ഇൻ ദ സെൻസ് വാട്ട് ഡസ് ഇറ്റ് മീൻ? ലൈക് സർഫസിനകത്ത് എന്തുണ്ട്? RH ആന്റിജൻ ഉണ്ട്. RH ആന്റിജൻ ഉണ്ടെങ്കിൽ മാത്രമേ പോസിറ്റീവ് ആവുള്ളൂ. RH ആന്റിജൻ ഇല്ലെങ്കിൽ നെഗറ്റീവ് ആവും. ദാറ്റ് മീൻസ് there is no flag in the ഓർത്താൽ മതി ലെഫ്റ്റ് ഹാൻഡ്. RBCക്ക് 2 കൈ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു കൈയില് ഒരു ഫ്ലാഗും ഇല്ല. ഒരു കൈയില് ആന്റിജൻ B ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് B നെഗറ്റീവ് പറഞ്ഞതുകൊണ്ട് പറയാണ്,
ബി നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹിൽ ബി ഹാവിംഗ് ഓൺലി വൺ സർഫസ് ആന്റിജൻ, ദാറ്റ് ഇസ് സർഫസ് ആന്റിജൻ ബി. ഓക്കെ, അങ്ങനെ ഓർത്താൽ മതി. അപ്പം നമുക്ക് ഇങ്ങനെ പറയാം, സി RH പോസിറ്റീവ് ആയിട്ടുള്ള ബ്ലഡ് ഉള്ള ഒരാള്, സോറി, ഒരു RH നെഗറ്റീവ് ആയിട്ടുള്ള ഒരാള് RH പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആളുമായിട്ട് എക്സ്പോസ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദർ വിൽ ബി ആന്റിബോഡീസ് ദാറ്റ് വിൽ ബി ക്രിയേറ്റഡ് അഗെയിൻസ്റ്റ് ദി RH ആന്റിജൻസ് അല്ലേ. അപ്പൊ RH ഗ്രൂപ്പും കൂടിയും ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ട്രാൻസ്ഫ്യൂഷന് മുന്നേ മാച്ച് ആണോ അല്ലയോ എന്നുള്ളത് നോക്കി ഉറപ്പുവരുത്തണം. Am I clear? അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഈ ടിപ്പ് ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ കാണാപ്പാടം പഠിക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ടേബിൾ ഉണ്ട് ബ്ലഡ് ഗ്രൂപ്പിന്റെ, ഓക്കെ ഇങ്ങനെയൊക്കെയാണ്. ഐ ഹാവ് സീൻ സോ മെനി സ്റ്റുഡൻസ് ബൈ ഹാർട്ടിങ് തിങ്സ് ആസ് സച്ച്. ഓക്കെ, നമുക്ക് നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും ചില ആൾക്കാർക്ക് നമ്മൾ ജസ്റ്റ് റാൻഡം ആയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രിക്സ് വെച്ചിട്ട് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് വേണം മനസ്സിലാക്കി പഠിക്കാൻ. കാരണം ഇതിലൊക്കെ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ആരാണ് ഡോണർ, ആരാണ് റെസിപ്പിയന്റ്, എങ്ങനെയാണ് ഡോണർ ആവുന്നത്, എങ്ങനെയാണ് റെസിപ്പിയന്റ് ആവുന്നത് എന്നുള്ളതിനെ പറ്റി വ്യക്തമായൊരു ക്ലിയർ പിക്ചർ ഉണ്ടായിരിക്കണം. ഓക്കെ, shall I continue? സോ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്ന, നിങ്ങൾക്കറിയാം ലിംഫ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ലിംഫ്? നമുക്കറിയാം ഒരു കളർലെസ് ഫ്ലൂയിഡ് ആണെന്ന് നമുക്കറിയാം. മിസ് കളർലെസ് ഫ്ലൂയിഡ് ആണ്, അത്രേ പറയുള്ളൂ അല്ലെ. സി കളർലെസ് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലിംഫ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് ആണ്, അതായത് ടിഷ്യൂ ഫ്ലൂയിഡ്. ഓക്കെ, അപ്പം അത് നമ്മുടെ ടിഷ്യൂസിന്റെയും സെൽസിന്റെയും ഒക്കെ ഇടയിലുള്ള ഫ്ലൂയിഡ് ആണ്. അപ്പൊ നിങ്ങൾ ഈ ഇമേജ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോറി, ഓക്കെ, ഈ ഇമേജ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതില് നല്ല വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്ലഡ് വെസൽ ആണ്. ഓക്കെ, ഈ RBC അടങ്ങിയിരിക്കുന്ന ഈ കർവ്ഡ് സ്ട്രക്ചർ എന്ന് പറയുന്ന നമ്മുടെ ബ്ലഡ് വെസൽ ആണ്. പിന്നെ അതിന് ചുറ്റും നിങ്ങൾക്ക് ഇങ്ങനെ പിങ്കിഷ് ആയിട്ടുള്ള ഒരു സ്ക്വയർ ഷേപ്ഡ് സ്ട്രക്ചർ കാണാം. അത് എക്സ്റ്റേണൽ സ്പേസിലുള്ള സെൽസും ടിഷ്യൂസും ഒക്കെയാണ്. അപ്പൊ നമുക്ക് അറിയാം, നമ്മൾ ഡെഫിനേഷൻ പഠിക്കുമ്പോൾ പറഞ്ഞു ലിംഫ് എന്ന് പറയുന്നത് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് ആണ്, ദാറ്റ് ഇസ് പ്രസന്റ് ബിറ്റ്വീൻ ദ സെൽസ് ഓഫ് എ ടിഷ്യൂ. അപ്പം അവിടെ വെച്ചിട്ടാണ് ന്യൂട്രിയൻസും ഗ്യാസസും ഒക്കെ ബ്ലഡിന്റെയും സെൽസിന്റെ ഇടയിൽ നിന്ന് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഇപ്പൊ സെൽസിനെയും നമുക്കറിയാം ബ്ലഡ് വെസൽസ് ഇവിടെ ഉണ്ട്, ടിഷ്യൂസ് ഇവിടെ ഉണ്ട്. ഇനിയിപ്പം ഇവിടെ ബ്ലഡ് വെസൽസിലൂടെ വരുന്ന ന്യൂട്രിയൻസിനെയൊക്കെ നമുക്ക് ടിഷ്യൂസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ അത് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടയിലുള്ള ഈ ഒരു സ്പേസ് കവർ ചെയ്യാതെ നമുക്കത് പറ്റില്ല. അപ്പം ഈ ഒരു സ്പേസ്, അതായത് ഈ ഒരു ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലുള്ള ഫ്ലൂയിഡ് കവർ ചെയ്യാതെ നമുക്ക് ഒരിക്കലും ബ്ലഡിലുള്ള ഗ്യാസസിനെയോ ന്യൂട്രിയൻസിനെയോ സെൽസിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് അതൊരു ഫംഗ്ഷൻ ആയിട്ട് പഠിച്ചൂടെ? എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസ്, ഗ്യാസസ് എക്സെട്ര ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ദി സെൽസ്. എപ്പോഴും ഈ ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് അഥവാ നിങ്ങളുടെ ലിംഫാറ്റിക് ഫ്ലൂയിഡിനുള്ളിലൂടെ മാത്രമേ നടക്കുള്ളൂ. അപ്പം ഇത് ക്യാരി ഓൺ ചെയ്യാൻ ബ്ലഡിൽ നമുക്കറിയാം ബ്ലഡ് വാസ്കുലർ സിസ്റ്റം ഉണ്ട്, അതിൽ ആർട്ടറീസ് ഉണ്ട്, വെയിൻസ് ഉണ്ട്, വെന്യൂൾസ് ഉണ്ട്, കാപ്പിലറീസ് ഉണ്ട്. അതേപോലെ തന്നെ ലിംഫിനും ഒരു സിസ്റ്റം ഉണ്ട്, വി കോൾ ഇറ്റ് ആസ് എ ലിംഫാറ്റിക് സിസ്റ്റം. അതെന്തിനാ? ഈ ലിംഫാറ്റിക് ഫ്ലൂയിഡിനെ പ്രോപ്പർ ആയിട്ട് കളക്ട് ചെയ്യാനും ഡ്രെയിൻ ചെയ്ത് തിരിച്ച് മേജർ വെയിൻസിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പൊ ലിംഫ് എന്ന് പറയുന്നത് നിങ്ങൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫ്ലൂയിഡ് ഒന്നും അല്ല. ഓക്കെ, അത് ബ്ലഡിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്യുന്നതാണ്. അതെങ്ങനെയാണ് ബ്ലഡിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതെന്ന് മിസ് പറഞ്ഞുതരാം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സി ഇവിടെ ചെറിയ ചെറിയ ഗ്യാപ്സ് കാണാൻ പറ്റും ഇല്ലേ? ഈ ഒരു പിക്ചറിൽ നമ്മൾ സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാം ചെറിയ ചെറിയ ഗ്യാപ്സ് ഉണ്ട്. ഇത് നമ്മുടെ കാപ്പിലറീസ് ആണ്. ഓക്കെ, മൈന്യൂട്ട് കാപ്പിലറീസ് ആണ്. മൈന്യൂട്ട് കാപ്പിലറീസിലൂടെ നിങ്ങൾ RBCസും നിങ്ങളുടെ ന്യൂട്രിയൻസും ഗ്യാസസ് ഒക്കെ നിങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതിനിടയിൽ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പ് കാണാൻ പറ്റും. അപ്പൊ ഈ ഗ്യാപ്പ് എന്തിനാണ്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലുള്ള പ്ലാസ്മ ഫ്ലൂയിഡിന് എന്താ പറയാ എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പാണ്. അപ്പം നമുക്ക് മനസ്സിലാവും ഈ ടൈനി ഗ്യാപ്പിലൂടെ എന്തായാലും ഇത്രയും ബൈകോൺകേവ് ഷേപ്പ് ഉള്ള ഒരു RBCക്ക് എന്തായാലും എസ്കേപ്പ് ആവാൻ പറ്റില്ല. അപ്പൊ ഈ ഫ്ലൂയിഡിനും പിന്നെ ചെറിയ കുറച്ച് പ്രോട്ടീൻസ് ആൻഡ് മിനറൽസിനും മാത്രമേ ഈ ഒരു ചെറിയ ഹോളിലൂടെ എസ്കേപ്പ് ആവാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രം എസ്കേപ്പ് ആയിട്ട് ഈ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലേക്ക് വരികയും അവിടെ ഒക്യുപ്പൈ ആവുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ ലിംഫ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ഹൗ. നമുക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, എന്തായിരിക്കും ഒരുപാട് പേര് അങ്ങനെയായിരിക്കും വിചാരിച്ച് വെച്ചേക്കുന്നത് ലിംഫ് എന്ന് പറയുന്നത് ലൈക് അനദർ ടിഷ്യൂ ഫ്ലൂയിഡ് വിച്ച് ഡസന്റ് ഹാവ് എനി അനദർ ലൈക് ഒരു ഡിഫറെന്റ് ഒറിജിൻ ഒന്നും ഇല്ല. ഇങ്ങനെയാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പം ഇങ്ങനെ നമ്മൾ ഓരോ ബ്ലഡ് കാപ്പിലറീസിൽ നിന്നും ഇതേപോലെ ബ്ലഡ് കണ്ടന്റ്, ഐ മീൻ വാട്ടർ കണ്ടന്റ് അല്ലെങ്കിൽ പ്ലാസ്മ കണ്ടന്റ് ലൂസ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏതൊരു ഏരിയാസിലാണെങ്കിലും വാട്ടർ കണ്ടന്റ് കൂടിയാൽ നമുക്ക് അറിയാം സ്വെല്ലിംഗ് ഉണ്ടാവും അല്ലേ? അങ്ങനെ അത് സംഭവിക്കാൻ പാടുണ്ടോ? ഒരു സ്ഥലത്ത് ഫില്ലിംഗ് മാത്രം നടക്കുക? ഡെഫിനറ്റ്ലി ഫില്ലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്ത് ഡ്രെയിനേജും ഉണ്ടായിരിക്കണം അല്ലെ? അതർവൈസ് ഇറ്റ് വിൽ ബി ബേസ്റ്റിംഗ് ഔട്ട്.
അപ്പം അവിടെ ഈ ഒരു ഫില്ലിങ്ങിന്റെ ഫംഗ്ഷൻ കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മളത് പ്രോപ്പറായിട്ട് ഡ്രെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ടിഷ്യൂസ് അല്ലെങ്കിൽ സെൽസ് ബൾജ്ഡ് അപ്പ് ഡൗൺ അല്ലെ, അതിന് നമ്മൾ അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മിസ് ആദ്യം പറഞ്ഞത് പ്രോപ്പറായ ഒരു ഡ്രെയിനേജ് സിസ്റ്റം നമുക്ക് ഉണ്ടെന്ന്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നോക്കൂ, നമ്മൾ ഇവിടുന്ന് പ്ലാസ്മ ഇങ്ങനെ ഡ്രെയിൻ ഔട്ട് ചെയ്ത് പുറത്തേക്ക് വരുന്നുണ്ട് ഇല്ലേ, നമുക്ക് കാണാം. അപ്പം ഇനി നമ്മൾ ഇതിനെ എങ്ങനെ നമ്മൾ ഇപ്പം ഈ പ്ലാസ്മ ന്യൂട്രീഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് സെൽസിന് പ്രൊവൈഡ് ചെയ്തു, ഓക്കെ, അവിടുത്തെ ഫങ്ഷൻസ് ഒക്കെ സൂപ്പർ ആയിട്ട് നടന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ബ്ലഡ് ആണെങ്കിലും ബ്ലഡിന്റെ പേർപ്പസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ബ്രോട്ട് ബാക്ക് ടു യുവർ റൈറ്റ് ഏട്രിയം, റൈറ്റ്, ഫോർ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് കൊണ്ടുവന്നിട്ട് നമ്മൾ പിന്നെ അത് ഓക്സിജനേറ്റഡ് ആക്കുന്നില്ലേ. അപ്പൊ അതേപോലെ ഒരു വാസ്കുലർ സിസ്റ്റം ഇവിടെയും എസെൻഷ്യൽ തന്നെയല്ലേ? ആണ്, ഓഫ്കോഴ്സ് ആണ്, റൈറ്റ്. സോ അതെങ്ങനെയാണ് അത് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുക നമുക്കിവിടെ? നമുക്കറിയാം ഇത് പുറത്തേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ച് ഉള്ളിലോട്ട് ലിംഫ് കയറില്ല. വൈ? ഇറ്റ് ഇസ് ഡിസൈൻഡ് സോ. ഓക്കെ, നമ്മൾ എലിഫന്റിയാസിസ് എന്ന് പറഞ്ഞ ഒരു ഡിസീസിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി യു മൈറ്റ് ഹാവ് ഹേർഡ്. ഇറ്റ് ഇസ് കോസ്ഡ് ബൈ ബ്യൂച്ചറേരിയ, റൈറ്റ്. അപ്പം ആ ഒരു ഡിസീസിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ലിംഫാറ്റിക് വെസൽസ് ആർ സ്വെൽഡ് അപ്പ്, റൈറ്റ്. ഇൻഫെക്ഷ്യസ് കണ്ടീഷൻ ആണ്. ഐറ്റിസ് എന്ന് പറയുമ്പോൾ എപ്പോഴും അതിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ അങ്ങനെയും നമുക്ക് കുറച്ച് ടേംസ് ഒക്കെ ലോജിക് വെച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇൻ കേസ് യു ആർ ഗെറ്റിംഗ് എനി കൈൻഡ് ഓഫ് ലൈക്ക് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അതിൽ ഐറ്റിസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നേക്കുന്ന ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുറച്ചൊരു കോമൺ സെൻസ് വെച്ച് ഐറ്റിസ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ആണെന്ന് മനസ്സിലാക്കിയിട്ട് ആൻസേഴ്സ് ബബിൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, മിസ്റ്റർ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് പ്രോപ്പർ ആയിട്ട് നമുക്ക് ഇവിടെ ലിംഫാറ്റിക് വെസൽസ് ടിഷ്യൂസിന് സമീപമായിട്ട് തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടുത്തെ ഈ സെൽസിന് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫംഗ്ഷൻ ഓവർ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ലിംഫാറ്റിക് വെസൽസിലേക്ക് ഇത് പ്രോപ്പർ ആയിട്ട് എൻ്റർ ചെയ്യുക. അപ്പൊ ലിംഫാറ്റിക് വെസൽസിലേക്ക് എൻ്റർ ചെയ്താൽ പിന്നെ എന്താ മിസ്റ്റർ തിരിച്ച് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നൂടെ? എന്തുകൊണ്ടാണ് അങ്ങോട്ട് എൻട്രി മാത്രം ഉള്ളേ? ഇപ്പൊ നമുക്കറിയാം ബ്ലഡ് വെസൽസ് ഉണ്ട്, ഇപ്പൊ കാപ്പിലറീസ് ഉണ്ട്, കാപ്പിലറീസ് യുണൈറ്റ് ചെയ്തിട്ട് നമുക്കറിയാം എന്താണ് ആർട്ടറിയോൾസ്, ആർട്ടറീസ്, അങ്ങനെ ആ ഒരു ചെയിൻ അങ്ങനെ പ്രോസസ്ഡ് ആണ്. അപ്പൊ അതേപോലെ ലിംഫിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ബ്ലഡ് കാപ്പിലറീസിനെ ഡ്രെയിൻ ഔട്ട് ചെയ്ത് ലിംഫ് ഫോം ചെയ്തിട്ടുണ്ട്. ആ ഫോം ചെയ്ത ലിംഫ് ടിഷ്യൂസിനൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞു, മൂപ്പരുടെ ഫംഗ്ഷൻ കഴിഞ്ഞോടെ. ഓക്കെ, അപ്പൊ പിന്നെ അതിനെ ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ ഈ പച്ച കളറിൽ കാണുന്ന എന്താണ്? ലിംഫിന്റെ വെസൽസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ലിംഫിന്റെ വെസൽസിന്റെ സ്ട്രക്ചറിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിങ്ങനെ നോക്കൂ, ടേപ്പറിംഗ് ആയിട്ടുള്ള എൻഡ്സ് ആണ് അല്ലെ. അപ്പം ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ വെള്ളം ഉള്ളിലേക്ക് കയറും, പക്ഷെ പിന്നെ പുറത്തേക്ക് വരില്ല. യൂണിഡയറക്ഷണൽ ഫ്ലോ മാത്രമേ ഉള്ളൂ. അത് ക്ലോസ്ഡ് ആവും, കണ്ടോ? അപ്പം എന്ത് സംഭവിക്കും? പിന്നെ ഇത് തിരിച്ച് ഡ്രെയിൻഡ് ആവും. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ആ ഒരു എങ്ങനെയാണ് മീൻസ് നോർമൽ കേസിൽ ബൾജിങ് ഒന്നും വരാതിരിക്കുന്നത്. അതായത് ഇപ്പം ഒരു ടിഷ്യൂ ഫ്ലൂയിഡ് ഡ്രെയിൻ ഔട്ട് ആയിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സൈമൾട്ടേനിയസ്ലി ഒരു സ്റ്റേജ് എത്തുമ്പോൾ അത് ബൾജ്ഡ് ഔട്ട് ആവില്ല. അങ്ങനെ ആവാതെ ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഈ ഡ്രെയിനേജ് സിസ്റ്റം ആണ്. ഓക്കെ, ഈ ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താ? ഇതിന് ഒറ്റ ഓപ്പണിങ്ങേ ഉള്ളൂ. നമ്മുടെ ബ്ലഡ് വെസൽസ് നമുക്ക് അറിയാം 2 ഓപ്പണിങ്സ് ഉണ്ടായിരിക്കും 2 എൻഡ്സിൽ. പക്ഷെ ലിംഫാറ്റിക് വെസൽസ് അങ്ങനെയല്ല. ലിംഫാറ്റിക് വെസൽസിന് ഒരൊറ്റ ഓപ്പണിങ്ങേ ഉള്ളൂ. ഓക്കെ, ഡയറക്റ്റ് ഡ്രെയിനേജിനുള്ള ഒരു ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ. ബാക്കി അവിടെ ഈ എക്സ്ചേഞ്ച് ഒക്കെ നടത്തുന്നത് ഇങ്ങനെ ഒരു കാപ്പിലറി ആക്ഷൻ കൊണ്ടാണ്. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് നിങ്ങളുടെ ലിംഫ്. ലിംഫിനെ പറ്റി ഇത്രയൊക്കെ മിസ് പറഞ്ഞത് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആരും നിങ്ങളോട് ലിംഫിന്റെ സ്ട്രക്ചർ എന്താണെന്നോ അല്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് NCERT ബേസ്ഡ് ആയിട്ട് വരുന്നുണ്ടായിരിക്കില്ല. പക്ഷെ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി നിങ്ങൾ NCERT വായിച്ചാൽ നിങ്ങൾക്ക് NCERTയുടെ ലൈന് അതേപോലെ ഓർമ്മയുണ്ടായിരിക്കും. അതല്ലാതെ നിങ്ങൾ NCERT എത്ര വായിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ട് കൺസെപ്റ്റ് മനസ്സിലാക്കിയോ, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, അത്രയൊക്കെ മതി, ബയോളജി അല്ലേ, വായിച്ചാൽ മനസ്സിലാവും, അങ്ങനെ വിചാരിച്ച് സ്കിപ്പ് ചെയ്യരുത്. മിസ് ഇങ്ങനെ വീഡിയോ കാണിച്ചു തരുന്നതുകൊണ്ട് ഇത് മാത്രം വായിച്ചിട്ട് പോയി നീറ്റ് എക്സാം എഴുതാന്ന് വിചാരിക്കരുത്. ഇത് മിസ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ലിംഫിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഐഡിയ വെച്ചിട്ട് നമ്മൾ പിന്നെ NCERTയുടെ ലൈൻ ബൈ ലൈൻ നല്ല തറവായിട്ട് വായിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഓക്കെ, ഈ വരി എന്ന് പറഞ്ഞത് ഇതായിരുന്നല്ലേ ഉദ്ദേശിച്ചിരുന്നത്, ഓക്കെ ഇതിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇത് ഇങ്ങനെയാണ് ശരിക്കും ഇതിന്റെ മീനിങ് വരുന്നത്, അതിപ്പോ മിസ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കാര്യങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോയാലോ? കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് ക്ലാസ് ക്യാരി ഓൺ ചെയ്യാൻ? ഓക്കെ അല്ലേ? എനിക്ക് പേഴ്സണലി
ഈ നിങ്ങളെ ആരും അങ്ങനെ പേഴ്സണലി അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ക്ലാസ് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ മിസ് പറയുന്നതിൽ എന്തെങ്കിലും ക്യാപ്ചർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, സ്പീഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യുമെങ്കിലും ചെയ്യണം കേട്ടോ. കണ്ടിന്യൂ ചെയ്യട്ടെ? ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. അപ്പം അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ഓക്കെ, നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർക്കുലേഷൻ ഉണ്ട് അല്ലെ. ഓപ്പൺ സർക്കുലേഷൻ ഉണ്ട്, ക്ലോസ് സർക്കുലേഷൻ ഉണ്ട്. അപ്പം ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താ? ഡയറക്ട്ലി നമ്മുടെ ബ്ലഡ് സെൽസുമായിട്ട് കോണ്ടാക്ട് ആവും അല്ലെ. എന്നിട്ട് നമുക്ക് ലാർജ് ബ്ലഡ് വെസൽസിന്റെ റോൾ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഓക്കെ, കംപ്ലീറ്റ്ലി വെസൽസ് ഒക്കെ ആബ്സെന്റ് ആണ്. ഓക്കെ, സൈനസസ് അല്ലെങ്കിൽ നമ്മുടെ ലാക്യുന അല്ലെങ്കിൽ ഓപ്പൺ സ്പേസിലോടുകൂടിയാണ് സർക്കുലേഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. നമുക്ക് എന്താ എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്? നമുക്ക് നമ്മുടെ സ്നെയിൽസ്, ക്ലാംസ് അല്ലെ, ഇപ്പം ക്രാബ്, സ്പൈഡർ, അങ്ങനത്തെ ആർത്രോപോഡ്സിനെയും മൊളസ്കൻസിനെയും ഒക്കെ നമുക്ക് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് സർക്കുലേഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്നത് ഒരു വൺ വേ ട്രാക്കിലൂടെയാണ്, ഫ്ലൂയിഡിലൂടെയാണ്. അപ്പം അവരുടെ മൂവ്മെന്റ് ആണ് അവരുടെ സർക്കുലേഷനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമുക്ക് അറിയാം ഒച്ചിങ്ങനെ എങ്ങനെയാ മൂവ് ചെയ്യുന്നത്, ഭയങ്കര സ്ലഗ്ഗിഷ് ആയിട്ടല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ മൂവ്മെന്റ് അത്രയും പതുക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ പ്രഷർ കുറവാണ്. മനസ്സിലായോ? ഓപ്പൺ എൻഡഡ് വെസൽസ് അല്ലേ ഉള്ളേ. ഒരു സിമ്പിൾ ഹാർട്ട് ഉണ്ട്, അതൊരു ഓപ്പൺ എൻഡഡ് വെസൽസ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ട് എക്സേർട്ട് ചെയ്യുന്ന അത്ര ഒരു പ്രഷർ, ഐ മീൻ ബ്ലഡ് വെസൽസ് എക്സേർട്ട് ചെയ്യുന്ന അത്ര ഒരു പ്രഷർ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ഉള്ള ഒരു ഓർഗാനിസത്തിന് ഉണ്ടായിരിക്കില്ല. ഓക്കെ, സോ ആ ഡിഫറൻസ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റത്തിനകത്ത് ഫ്ലൂയിഡ് ഭയങ്കര സ്ലഗിഷ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. സ്ലഗിഷ് ഇൻ ദ സെൻസ് മെല്ലെ. ഓക്കെ, അപ്പം അവര് സർക്കുലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പുഷ്ഡ് ബൈ ദർ സർക്കുലേഷൻ ഇസ് പുഷ്ഡ് ബൈ ദി മൂവ്മെന്റ്സ് ഓഫ് ആനിമൽസ് ബൈ എ സിമ്പിൾ ഹാർട്ട് വിച്ച് ഇസ് കണക്റ്റഡ് ടു ഓപ്പൺ എൻഡഡ് വെസൽസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിന് ലോ പ്രഷർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. Am I clear? സി, നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം, എല്ലാ വേർട്ടിബ്രേറ്റ്സിലും നമുക്കറിയാം ഒരു മസ്കുലാർ ചേംബേർഡ് ഹാർട്ട് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഓർക്കേണ്ട കാര്യം ഫിഷസിന്റെ കേസിൽ നമുക്കറിയാം 2 ചേംബേർഡ് ഹാർട്ട് ആണുള്ളത്. ഒരു ഓറിക്കിൾ ഉണ്ട്, ഒരു വെൻട്രിക്കിൾ ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം ഒരു വീനസ് ഹാർട്ട് ആയിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. കാരണം എന്താ? ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഗിൽസിലേക്ക് പമ്പ് ചെയ്യുകയും ഗിൽസിൽ നിന്ന് ഓക്സിജനേഷൻ നടക്കുകയും പിന്നെ അവിടുന്ന് ബ്ലഡ് വഴി ഓക്സിജൻ ഈ ഫിഷിന്റെ പല പല വിസറൽ ഓർഗൻസിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അപ്പൊ അവിടെ സിംഗിൾ സർക്യൂട്ട് സർക്കുലേഷൻ ആണ് ഉള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താ? നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ലൈക്ക് നമ്മളിപ്പോ സിംഗിൾ സർക്യൂട്ട് സർക്കുലേഷൻ ഫിഷസിന്റെ കേസിൽ പറഞ്ഞു അല്ലെ. അപ്പൊ അതേപോലെ ആംഫിബിയൻസിന്റെ റെപ്റ്റൈൽസിന്റെ കേസിൽ അവർക്ക് 3 ചേംബേർഡ് ഹാർട്ട് ആണ് ഉള്ളത്. അപ്പൊ അവിടുത്തെ പ്രത്യേകത എന്താ? നമുക്കൊരു ഏട്രിയ ഉണ്ടായിരിക്കും, 2 ഏട്രിയാസ് ഉണ്ടായിരിക്കും, ഒരു വെൻട്രിക്കിൾ ഉണ്ടായിരിക്കും. അവിടെ മിക്സിംഗ് അപ്പ് ഓഫ് ബ്ലഡ് ടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഈ 3 ചേംബേർഡ് ഹാർട്ട് ഉള്ള ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ ഉള്ള reptile ഒരു എക്സെപ്ഷൻ ഉണ്ട്. ദാറ്റ് ഇസ് നോബഡി എൽസ്, ക്രൊക്കഡൈൽ ഇറ്റ്സെൽഫ്. ഓക്കെ, അപ്പൊ ക്രൊക്കഡൈൽ വരുമ്പം ക്രൊക്കഡൈലിന് എങ്ങനെയാ? നമ്മളെ പോലെ തന്നെ 4 ചേംബേർഡ് ഹാർട്ട് ആണ്, ലൈക്ക് ബേർഡ്സ് ആൻഡ് മാമൽസ്. ഓക്കെ, അപ്പൊ 4 ചേംബേർഡ് ഹാർട്ട് ഉള്ള ഓർഗാനിസത്തിന് നിങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? റെപ്റ്റൈൽസിനകത്ത് ഒരു എക്സെപ്ഷൻ ഉണ്ട്, അത് ക്രൊക്കഡൈൽ ആണ്. പിന്നെ ബേർഡ്സും മാമൽസും 4 ചേംബേർഡ് ഹാർട്ടിലാണ് വരുന്നത്. ദർ ഇസ് നോ മിക്സിംഗ് അപ്പ് ഓഫ് ബ്ലഡ്. നമുക്ക് കംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം എങ്ങനെയാണെന്ന് ഷെയർ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഓക്കെ, സോ സി നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിനകത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഹാർട്ടിന്റെ എക്സ്റ്റേണൽ സ്ട്രക്ചേഴ്സിൽ എന്തൊക്കെയാ വരുന്നത്, ഇന്റേണൽ സ്ട്രക്ചേഴ്സിൽ എന്തൊക്കെയാ വരുന്നത്, ബ്ലഡ് വെസൽസ് എന്തൊക്കെയാണ് ബ്ലഡ് വെസൽസിന്റെ ലെയേഴ്സ് വരുന്നത്. ഓക്കെ, ആൻഡ് ദെൻ യു ഹാവ് ടു ലുക്ക് ഇൻ ടു റിതമിസിറ്റി ഓഫ് ദ ഹാർട്ട്. ഈ റിതമിസിറ്റി ഓഫ് ദ ഹാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിസ് പലപ്പോഴും കണ്ടിട്ടുണ്ട് എല്ലാവരും അത് ബൈ ഹാർട്ട് ചെയ്യാണ് ചെയ്യാറ്. ഓക്കെ, കറക്റ്റ് കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് അപ്പം അത് അങ്ങനെ ചെയ്യരുത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് സി. നമ്മൾ ഹാർട്ടിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഏതൊരു ഓർഗനെ പറ്റി പഠിക്കുമ്പോഴും കഴിയുന്നതും ഇങ്ങനെ ലൈക് പോയിന്റ്സ് നോട്ട് ഡൗൺ ചെയ്തിട്ട് പഠിക്കുക. അതായത് ഇപ്പം നമുക്ക് മിസ് ഇവിടെ 5 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഹാർട്ടിന്റെ നേച്ചർ, ലൊക്കേഷൻ, ഒറിജിൻ, സൈസ്, ഷേപ്പ്. അപ്പം ഈ ഒരു 5 പോയിന്റ് ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേറൊരു അഡീഷണലി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ വേറെ ഓപ്ഷൻസ് പോലും നോക്കാതെ ടിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ
അഞ്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് കിട്ടും. നേച്ചർ ഓഫ് ദ ഹാർട്ട് എന്താണ്? നമുക്കറിയാം ഹാർട്ട് മയോജനിക് ഇൻ നേച്ചർ ആണ്, അല്ലെങ്കിൽ ഒരു മസ്കുലാർ ഓർഗൻ. അപ്പൊ അവിടെ ടേം നമ്മൾ ശ്രദ്ധിക്കണം, നേച്ചർ ഓഫ് ദ ഹാർട്ട്. ഓക്കെ, വേറെ എന്ത് ടേം ചോദിച്ചാലും നമുക്കത് മയോജനിക് ആണെന്ന് പറയാൻ പറ്റില്ല. ഹാർട്ടിന്റെ നേച്ചർ ആണ് മയോജനിക് ആണെന്ന് NCERT പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഒരുപാട് റെഫറൻസ് ബുക്സ് വായിച്ചിട്ടുണ്ടാവും, അതിലൊക്കെ ഒരുപാട് പോയിന്റ്സും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും നമുക്ക് ഇവിടെ വിഷയമല്ല. NCERT എന്താണോ കൊടുത്തേക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. ഓക്കെ, സോ നേച്ചറിനകത്ത് നമുക്ക് എങ്ങനെ മെൻഷൻ ചെയ്യാം? ഹാർട്ട് ഇസ് എ മസ്കുലർ ഓർഗൻ അല്ലെ, മയോജനിക് ആണ് ഹാർട്ട്. ഓക്കെ, നേച്ചർ ഓഫ് ദ ഹാർട്ട് ഫസ്റ്റ് പോയിന്റ് ഓർക്കുക. നേച്ചർ ഓഫ് ദ ഹാർട്ട് എന്ന് പറയുന്നത് എന്താണ്? മസ്കുലർ ഓർഗൻ ആണ്. സോ ഇറ്റ് ഇസ് മയോജനിക് ഇൻ നേച്ചർ. ഓക്കെ, സോ ഇറ്റ് ഇസ് എ മസ്കുലർ ഓർഗൻ. Just see. Okay, it is the muscular organ which is myogenic in nature. അപ്പൊ അത് മറക്കാതിരിക്കുക. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലൊക്കേഷൻ ഓഫ് ദ ഹാർട്ട് ആണ്. ഓക്കെ, ലൊക്കേഷൻ ഓഫ് ദ ലൊക്കേഷൻ ഓഫ് ദ ഹാർട്ട് നമുക്കറിയാം. ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഓക്കെ, ബിറ്റ്വീൻ ദ ലങ്സ് ആണ്. അങ്ങനെയല്ല, സ്പെസിഫിക് ആയിട്ട് നമ്മൾ പഠിക്കണം എക്സാക്ട്ലി എവിടെയാണെന്ന്. അപ്പൊ നമുക്കറിയാം ഹാർട്ടിന് ആന്റീരിയർലി യു ഹാവ് സ്റ്റേർണം, പോസ്റ്റീരിയർലി നിങ്ങൾക്ക് എന്താ ഉള്ളത്? വെർട്ടിബ്രൽ കോളം ഉണ്ട്. ആൻഡ് ഹാർട്ട് സിറ്റിംഗ് ഇൻ എ സ്പേസ് ഇൻ thoracic cavity called as mediastinum, right? സോ ഇനി നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും? നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതാണ് mediastinum. ഓക്കെ, ദിസ് ഇസ് സംതിങ് വിച്ച് യു കോൾ ആസ് mediastinum. ആൻഡ് നിങ്ങൾക്ക് ആന്റീരിയർലി സ്റ്റേർണത്തിനെ കാണാൻ പറ്റും. ആൻഡ് യു ഹാവ് പോസ്റ്റീരിയർലി യു ഹാവ് വെർട്ടിബ്രൽ കോളം, റൈറ്റ്? ഇനിയിപ്പം നമുക്ക് അറിയാം, ഓക്കെ, ആന്റീരിയർലി സ്റ്റേർണം ആണുള്ളത്, പോസ്റ്റീരിയർലി വെർട്ടിബ്രൽ കോളം ആണ്. ഇതിലൊക്കെ എന്താ മിസ് എത്ര ഇരിക്കുന്നത്? അറിഞ്ഞാൽ പോരെ ലങ്സിന്റെ ഇടയിൽ, രണ്ട് ലങ്സിന്റെ ഇടയിലാണ് ഹാർട്ട് ഇരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെയല്ല, നമ്മൾ എക്സാക്ട്ലി എവിടെയാണ് ലൊക്കേറ്റഡ് ആയിട്ടുള്ളതെന്ന് പഠിക്കണം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നോക്കൂ, ഈ ബ്ലൂ കളറും യെല്ലോ കളറും ആയിട്ട് ഷെയ്ഡ്സിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് മീഡിയാസ്റ്റൈനം ആണ്. ഓക്കെ, മീഡിയാസ്റ്റൈനം നമുക്ക് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ മീഡിയാസ്റ്റൈനം ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആൻഡ് ഇൻഫീരിയർ മീഡിയാസ്റ്റൈനത്തെ നമുക്ക് എഗെയിൻ ആന്റീരിയർ, മിഡിൽ ആൻഡ് പോസ്റ്റീരിയർ മീഡിയാസ്റ്റൈനം ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സാക്ട്ലി ഹാർട്ട് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി മിഡിൽ മീഡിയാസ്റ്റൈനം. ഓക്കെ, ഇൻ ദി thoracic cavity. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? മിസ് അതിപ്പോ NCERT അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ചില ടേംസ് അവര് അവിടെ ഇവിടെയും തൊടാതെ പറയും. ഒരു അഡീഷണൽ ടേം എന്തെങ്കിലും ഇപ്പം എക്സാമിനർക്ക് ആഡ് ചെയ്യാം, സോ ദാറ്റ് യു വിൽ ബി ഗെറ്റിംഗ് കൺഫ്യൂസ്. പെട്ടെന്ന് ഇപ്പൊ മിഡിൽ മീഡിയാസ്റ്റൈനോ അങ്ങനെ നിങ്ങൾ ചിന്തിക്കില്ലേ? അതിന് പകരം കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ആൻസർ, അല്ലെങ്കിൽ NCERT ഫെമിലറൈസ്ഡ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ആൻസർ വരുമ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി അതേ ബബിൾ ചെയ്യുള്ളൂ അല്ലെ? അപ്പം അതുകൊണ്ട് നമ്മൾ എക്സാക്ട്ലി പോയിന്റ് എവിടെയാണെന്ന് പഠിക്കണം, NCERT എന്താ തന്നേക്കുന്നതെന്ന് പഠിക്കണം. എന്നിട്ട് രണ്ടും പഠിച്ചതിന് ശേഷം ഇപ്പം NCERT കറക്റ്റ് വേർഡ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു സെന്റൻസ് ആയിട്ട് തന്നെയാണ് ഓപ്ഷൻസിൽ കൊടുത്തേക്കുന്നതെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ഓക്കെ, അല്ല ഓക്കെ, പക്ഷെ നമുക്ക് NCERT ടെക്സ്റ്റ് ഐ മീൻ സെന്റൻസ് തന്നിട്ടുണ്ട്, ബട്ട് ഇൻ ആൻ ഇൻകറക്റ്റ് വേ. പിന്നെ കറക്റ്റ് വേ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഒരു ആൻസർ വേണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് നോ എക്സാക്ട് ലൊക്കേഷൻ. അതിന് വേണ്ടിയാണ് മിസ് പറയുന്നത് എക്സാക്ട്ലി thoracic ക്യാവിറ്റിയിലെ മിഡിൽ മീഡിയാസ്റ്റൈനത്തിലായിട്ടായിരിക്കും ഹാർട്ട് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ട് പോയിന്റ് കവർ ചെയ്തു. ഓക്കെ, ഒറിജിൻ ഓഫ് ദ ഹാർട്ട് നേച്ചർ ഓഫ് ദ ഹാർട്ട് നമ്മൾ കവർ ചെയ്തു, ലൊക്കേഷൻ ഓഫ് ദ ഹാർട്ടും നമ്മൾ കവർ ചെയ്തു. ഇനി ഒറിജിൻ ഓഫ് ദ ഹാർട്ട് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം, ഞാൻ തുടക്കത്തിലെ മിസ് പറഞ്ഞു, ഹോൾ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് മീസോഡെർമൽ ഇൻ ഒറിജിൻ ആണ്. ഓക്കെ, ആൻഡ് ഇന്നർ ലെയർ ഓഫ് ദ ഹാർട്ട് വാൾ ആൻഡ് ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത് എൻഡോഡെർമൽ ഇൻ ഒറിജിൻ ആണ്. അപ്പൊ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ കണ്ട ഉടനെ തന്നെ മീസോഡം ആണ് സർക്കുലേറ്ററി സിസ്റ്റം, മൊത്തം സർക്കുലേറ്ററി സിസ്റ്റം മീസോഡം അല്ലേ, അപ്പൊ ഇന്നർ ലെയർ ഓഫ് ദ ഹാർട്ട് വാളും മീസോഡം തന്നെ ആയിരിക്കും. അങ്ങനെയല്ല, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്നർ ലെയർ ഓഫ് ദ ഹാർട്ട് വാളും ബ്ലഡ് വെസൽസും എൻഡോഡം ആണ്. അപ്പൊ അങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ, ഇനി സൈസ് ഓഫ് ദ ഹാർട്ട് നമുക്കറിയാം, ഹാർട്ടിന്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്? ക്ലെൻസ്ഡ് ഫിസ്റ്റ് ആണ് അല്ലെ? ക്ലെൻസ്ഡ് ഫിസ്റ്റ് എന്ന് പഠിക്കുന്നത് ഓക്കെ. ആൻഡ് യു നോ ഹാർട്ട് സച്ച് ആൻ ഓർഗൻ വിച്ച് വിൽ ബി ഡിക്രീസിങ് ഇറ്റ് സൈസ് ഇൻ, നമ്മൾ വളരുന്നതിനനുസരിച്ച് സൈസ് കുറയുന്ന ഒരു ഓർഗൻ ആണ് അല്ലെ? അപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് ഫീറ്റൽ ഹാർട്ട് ബീറ്റ് കൂടുതലായിരിക്കും കമ്പയർ ടു അഡൾട്ട്. വൈ? സൈസ് കൂടുതലായിരിക്കും. മനസ്സിലായോ? അപ്പൊ അത് ഓർത്ത് വെക്കുക. ഒരു അഡൾട്ടിന്റെ കേസിലാണ് ക്ലെൻസ്ഡ് ഫിസ്റ്റ് സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വെയിറ്റ് എത്രയാണ് വരുന്നത്? 250 to 350 gram ആണ് വരുന്നത്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ ഇവിടെ സൈഡിൽ എല്ലാ പോയിന്റ്സും മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് വൺ വേർഡ് ആയിട്ട് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നേച്ചർ എന്താണ്? മസ്കുലാർ ഓർഗൻ ആണ്, നമുക്കറിയാം. ഓക്കെ, ലൊക്കേഷൻ മിഡിൽ മീഡിയാസ്റ്റൈനം ആണ്. ഒറിജിൻ ഹോൾ സർക്കുലേറ്ററി സിസ്റ്റം ഈസ് എൻഡോഡെർമൽ ഇൻ ഒറിജിൻ ആണ്. സൈസ് എങ്ങനെയാണ്? ക്ലെൻസ്ഡ് ഫിസ്റ്റിന്റെ സൈസ് ആണ്. വെയിറ്റ് 250 to 300 gram ആണ്, 350 gram ആണ് വരുന്നത്. പിന്നെ ഷേപ്പ് ഓഫ് ദ ഹാർട്ട് എന്താ? കോൺ ഷേപ്ഡ് ആണ്. ഇനി വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അത്ലറ്റ്സിനെ നമുക്കറിയാം, വെൽ ട്രെയിൻഡ് അത്ലറ്റ്സിന് വലിയ ഹാർട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക. വൈ? നമ്മൾ സ്കെൽറ്റൻ മസിൽസ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് യൂസ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് നമ്മൾ എത്രത്തോളം
ആ മസിൽസിനെ യൂസ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് അത് ക്വാണ്ടിഫൈഡ് ആവുന്നുണ്ട് അല്ലെ. അപ്പൊ അതേപോലെ തന്നെ ജസ്റ്റ് ലൈക്ക് ദ സ്കെൽറ്റൽ മസിൽ ഡ്യൂ ടു ദി ഇഫക്ട് ഓഫ് എക്സസൈസ് ഓൺ ദ ഹാർട്ട് മസിൽസ് വെൽ ട്രെയിൻഡ് അത്ലറ്റ്സ് വിൽ ബി ഹാവിംഗ് എ ലാർജർ ഹാർട്ട്. ലാർജർ ഹാർട്ട് ഡസന്റ് മീൻ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ സൈസ് ഓഫ് ലിവർ. ഓക്കെ, അങ്ങനെ അർത്ഥമില്ല. നമ്മൾ നോർമലി കാണുന്ന ഒരു സൈസിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യാസം ഉണ്ടാവും എന്നേ ആ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. ഓക്കെ, ഇനി നമുക്കറിയാം എക്സ്റ്റേണലി ഹാർട്ട് ഇസ് കവേർഡ് ബൈ പെരികാർഡിയം, റൈറ്റ്? പെരികാർഡിയം എന്താണ്? ഡബിൾ വോൾഡ് ആയിട്ടുള്ള ഒരു മെംബ്രെയിൻസ് ബാഗ് ആണ്. അതിനുള്ളിൽ എന്താ ഉള്ളത്? പെരികാർഡിയൽ ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ പെരികാർഡിയൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ അപ്പൊ നമ്മൾ ഓർക്കണം. എന്തെങ്കിലും ഒരു മെക്കാനിക്കൽ ഇഞ്ചുറി ഉണ്ടാവുകയോ ഓക്കെ അല്ലെങ്കിൽ ഒരു ഷോക്ക് ഉണ്ടാവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്ലൂയിഡ് അതിൽ ഹാർട്ടിനെ ഫ്രീലി ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി പ്രൊട്ടക്ടിങ് ദ ഹാർട്ട് ഓക്കെ ഫ്രം എനി കൈൻഡ് ഓഫ് ആൻ ഇഞ്ചുറി. അപ്പൊ അതാണ് അതിന്റെ ഫംഗ്ഷൻ. മിസ് പറഞ്ഞില്ലേ, ഫംഗ്ഷൻ നമ്മൾ പ്രോപ്പർ ആയിട്ട് ടിപ്പിക്കലി വൺ വേർഡിൽ പഠിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ കാണുന്ന പിക്ചറിൽ നമുക്കറിയാം ഹാർട്ടിന് ഒരു ലെയേഴ്സും ഇല്ലാത്ത ഒരു ഹാർട്ടിനെയാണ് മിസ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാം ഹാർട്ടിന് എന്ത് കവർ ചെയ്യുന്നുണ്ട്? പെരികാർഡിയം കവർ ചെയ്യുന്നുണ്ട്. പെരികാർഡിയം തന്നെ രണ്ട് തരത്തിലുണ്ട്. ഫൈബ്രസ് പെരികാർഡിയം ഉണ്ട്, സീരസ് പെരികാർഡിയം ഉണ്ട്. നോക്കൂ, ഇമേജ് നോക്കൂ. ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ലെയർ ആണ് ഈ സീറസ് പെരികാർഡിയം എന്ന് പറയുന്നത്. അത് ഭയങ്കര സ്റ്റിക്കി ടു ദ ഹാർട്ട് ആയിരിക്കും. ഓക്കെ, അത് വെറ്റ് സർഫസ് ആണ്. ഇറ്റ് വിൽ ബി ഫൗണ്ട് സ്റ്റിക്കി ടു ദ ഹാർട്ട്. അതിന്റെ പുറത്തായിട്ട് നമുക്ക് ഒരു തിക്ക് ആയിട്ടുള്ള ഒരു ഷീറ്റ് കാണാം അല്ലെ, ഒരു കണക്റ്റീവ് ടിഷ്യൂ. അതാണ് ഫൈബ്രസ് പെരികാർഡിയം. അപ്പൊ പെരികാർഡിയം തന്നെ സീറസും ഫൈബ്രസും ഉണ്ടെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ആൻഡ് അപ്പൊ കംപ്ലീറ്റ്ലി നമുക്കിപ്പം ഒരു മെംബ്രെയിനസ് ബാഗ് ആണെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പം സീറസ് പെരികാർഡിയം എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റ് ആണ്. നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് നമ്മൾ ലെയേഴ്സ് ഓഫ് ഹാർട്ടിന്റെ ലെയേഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നമുക്കറിയാം ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ എന്ന് പറഞ്ഞ എൻഡോകാർഡിയും, ഇൻ ബിറ്റ്വീൻ മസ്കുലാർ ലെയർ എന്ന് പറഞ്ഞ മയോകാർഡിയും, ഏറ്റവും പുറത്തുള്ളത് എപ്പികാർഡിയും ആണെന്ന് നമുക്കറിയാം. ഓക്കെ, സോ ഇത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഏറ്റവും തിക്കസ്റ്റ് ലെയർ ഓഫ് ദ ഹാർട്ട് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഇത് മയോകാർഡിയം, അത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇന്നർമോസ്റ്റ് ലെയർ ആണ് എൻഡോകാർഡിയം. ഓക്കെ, പിന്നെ രണ്ടും സ്ക്വാമസ് എപ്പിത്തീലിയം കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് എപ്പികാർഡിയും എൻഡോകാർഡിയം ബോത്ത് ഓഫ് ദം ആർ മേഡ് അപ്പ് ഓഫ് സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം. അത്രയും പോയിന്റ്സ് അതിൽ നോട്ട് ചെയ്യാനുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പാർട്സ് ഓഫ് ദ ഹാർട്ട് പഠിക്കുമ്പോൾ ദർ ഇസ് അപെക്സ് ഫോർ ദ ഹാർട്ട്, ദർ ഇസ് എ ബേസ് ഫോർ ദ ഹാർട്ട്. ഓക്കെ, ആൻഡ് 3 സർഫസസ് ഉണ്ട്. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ മിസ് കാണിച്ചു തരുന്ന ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഹാർട്ടിന്റെ അപെക്സ് വരുന്നത്. ഓക്കെ, ആൻഡ് ദിസ് വൺ ഇസ് ദി this is the apex of the heart. Okay, and this is the base of the heart. അപ്പം ബേസ് ഓഫ് ദ ഹാർട്ടിൽ നമുക്ക് ഇവിടെ രണ്ട് ഹോൾസ് കാണാൻ പറ്റുന്നുണ്ട്. അതെന്താണ്? പൾമണറി വെയിൻ ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു ലങ്സിൽ നിന്ന് 4 പൾമണറി വെയിൻസിന്റെ സഹായത്തോടു കൂടിയാണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തുന്നത് അല്ലെ, നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം അത് പോസ്റ്റീരിയർലി ആണ് ഫേസ് ചെയ്യുന്നത് ടുവേർഡ്സ് ദി ബേസ് ഓഫ് ദ ഹാർട്ട്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ സർഫസസ് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും 3 സർഫസ് ആണ് ഹാർട്ടിനുള്ളത്. ഓക്കെ, പൾമണറി സർഫസ് വിച്ച് ഇസ് വെരി ക്ലോസ് ടു യുവർ ലങ്സുമായിട്ട്, ഹാർട്ടും ലങ്സും എത്രത്തോളം അടുത്തായിട്ട് ഇരിക്കുന്നു ആ സർഫസിനെയാണ് നമ്മൾ പൾമണറി സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത് നിങ്ങൾക്ക് ഉള്ളത് സ്റ്റെർണോകോസ്റ്റൽ സർഫസ് കാണാം. സോറി, ഓക്കെ, ഇവിടെ സ്റ്റെർണോകോസ്റ്റൽ സർഫസ് എന്ന് പറയുന്നത് സ്റ്റെർണത്തിനോട് ക്ലോസ് ആയിട്ടുള്ള സർഫസും പിന്നെ ഡയഫ്രത്തിനോട് ക്ലോസ് ആയിട്ടുള്ള സർഫസും, അങ്ങനെ 3 സർഫസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഹാർട്ടിനെ പറ്റി. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്കറിയാം ഹാർട്ടിന് എന്തുണ്ട്? സെപ്റ്റം ഉണ്ട് അല്ലെ. എന്താ സെപ്റ്റം ഹെൽപ്പ് ചെയ്യുന്നത്? മിക്സിംഗ് അപ്പ് ഓഫ് ബ്ലഡ് നടക്കാതിരിക്കാൻ വേണ്ടി, പ്രിവെന്റ്സ് ദി മിക്സിംഗ് അപ്പ് ഓഫ് ബ്ലഡ്. അപ്പൊ നമുക്ക് ഏതൊക്കെ സെപ്റ്റംസ് ആ ഉള്ളത്? ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം ഉണ്ട്, ഇന്റർ ഏട്രിയൽ സെപ്റ്റം ഉണ്ട്, ഏട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റം ഉണ്ട്. അപ്പൊ നമ്മൾ ഹാർട്ടിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാം. നിങ്ങളൊന്ന് ഈ ഇമേജ് ഒന്ന് സൂം ചെയ്ത് ശ്രദ്ധിച്ച് നോക്കിയേ. ഇതൊരു സെപ്റ്റം ഓഫ് ദ ഹാർട്ട് ആണ് അല്ലെ. അതിൽ നമുക്ക് ഗ്രീൻ കളർ സാധനം എന്ന് പറയുന്നത് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ വരച്ച വരയാണ്. ഓക്കെ, അങ്ങനെ ഒരു സാധനം ഇല്ല അവിടെ. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ സെപ്റ്റം ഓഫ് ഹാർട്ട് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നതെന്നുണ്ടെങ്കിൽ ഏട്രിയത്തിനെ രണ്ട് ഏട്രിയത്തിനെയും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, മിക്സിംഗ് ഇല്ല. ഓക്കെ, ഫൈൻ. 2 വെൻട്രിക്കിളിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ എന്ത് തന്നെ ഇല്ല, മിക്സിംഗ് ഇല്ല. ഓക്കെ, അപ്പം അങ്ങനെയാണ് നിങ്ങളുടെ സെപ്റ്റം അറേഞ്ച് ചെയ്തേക്കുന്നത്. So see that orange one is the interatrial septum and the green one that you can see is the interventricular septum. Okay, so that's it. ഇനിയിപ്പോ നമ്മള് പർട്ടിക്കുലർ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് നിങ്ങളുടെ
Yeah. See? Okay. So ഇതാണ് നിങ്ങളുടെ റൈറ്റ് ഏട്രിയം. ഓക്കെ, ദിസ് ഇസ് റൈറ്റ് ഏട്രിയം. അപ്പൊ റൈറ്റ് ഏട്രിയത്തിന്റെ മുകളിലായിട്ട് നമുക്ക് എന്ത് കാണാം? സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനാ കാവയെ കാണാം അല്ലെ? അവിടെ നിന്നാണ് നമ്മൾ എന്ത് വരുന്നത്? Deoxygenated blood from the different part of the body will be entering into the right atria via the superior and inferior vena cava. Okay. ഇനി നമുക്ക് ഇന്റർ ഏട്രിയൽ സെപ്റ്റം കാണാം അല്ലെ? See, this is the right atrioventricular opening and this is their right ventricle. Okay. See, right ventricle triangular ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് atrioventricular ഓപ്പണിംഗ് കാണാൻ പറ്റും. ഇനി നമ്മൾ ഇത് ഓപ്പണിംഗ് ഓഫ് പൾമണറി ട്രങ്ക് ആണ്. ഓക്കെ, സി നമുക്കറിയാം എങ്ങനെയാണ് ആ സൈക്കിൾ പോകുന്നത് എന്ന് അല്ലെ? വി നോ ഇറ്റ് റൈറ്റ്. എങ്ങനെയാണ്? നമുക്കൊരു കാർഡിയാക് സൈക്കിൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം അവിടെ സിസ്റ്റോളും ഡയസ്റ്റോളും തമ്മിലുള്ള ഒരു സീക്വൻസ് ഓഫ് ഇവന്റ്സ് ആണ് അല്ലെ? അപ്പം ഒരു ഹാർട്ട് ബീറ്റിന്റെ സമയത്ത് ഏട്രിയും വെൻട്രിക്കിൾസിനും സിസ്റ്റോളും ഡയസ്റ്റോളും സംഭവിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാ അവിടെ നടക്കുന്നത്? സി, നമ്മുടെ ഓറിക്കിൾസും വെൻട്രിക്കിൾസും ഫസ്റ്റ് എന്ത് സ്റ്റേറ്റിലായിരിക്കും? റിലാക്സ് സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, അപ്പൊ മിസ് പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, മിസ് പറഞ്ഞ പോലെ ഫസ്റ്റ് നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ഫസ്റ്റ് വൺ ഇസ് ജോയിന്റ് ആയിട്ടുള്ള ഡയസ്റ്റോൾ. അതാണ് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, ജോയിന്റ് ഡയസ്റ്റോൾ. മൈ ക്ലിയർ? ഇപ്പൊ ജോയിന്റ് ഡയസ്റ്റോളിൽ നമ്മൾ എന്താ ഓർക്കണ്ടേ? യുവർ ഏട്രിയും അതേപോലെ വെൻട്രിക്കിൾസും റിലാക്സ്ഡ് ആയിരിക്കും. ഓക്കെ, ഏട്രിയ ആൻഡ് വെൻട്രിക്കിൾസ് വിൽ ബി റിലാക്സ്ഡ്. അപ്പൊ ഫസ്റ്റ് പ്രോസസ് ദാറ്റ് കംസ് ഹിയർ ഇസ് ജോയിന്റ് ഡയസ്റ്റോൾ. രണ്ടാമത് വരുന്നത് എന്താണ്? സി, ജോയിന്റ് ഡയസ്റ്റോളിന് ശേഷം നമ്മുടെ ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൽവ്സ് ഓപ്പൺ ചെയ്യും. മിസ് പറയുന്നത് ശരിക്കും കേൾക്കണം കേട്ടോ. ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ് വാൽവ്സ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? സി, നമ്മുടെ പൾമണറി വെയിൻസിൽ നിന്നും നമ്മുടെ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനാ കാവയിൽ നിന്നും, അതായത് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ, സി ഈ വീഡിയോയിൽ നമുക്ക് കാണാം. സി, റൈറ്റ് ഏട്രിയം ആണ്. ഓക്കെ, സുപ്പീരിയർ, ഇവിടെ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനാ കാവയെ നമുക്ക് കാണാം അല്ലെ? അപ്പം ജോയിന്റ് ഡയസ്റ്റോൾ എന്ന് പറയുമ്പോൾ ഏട്രിയും വെൻട്രിക്കിൾസും റിലാക്സ്ഡ് ആണ്. ഓക്കെ, ഇനി ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ് വാൽവ്സ് തുറന്നിട്ട് ഓക്കെ സുപ്പീരിയർ ഇൻഫീരിയർ വീനാ കാവയിൽ നിന്ന് ഡിയോക്സിജനേറ്റഡ് ബ്ലഡും പൾമണറി വെയിൻസിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡും റൈറ്റ് ഏട്രിയത്തിലേക്കും ലെഫ്റ്റ് ഏട്രിയത്തിലേക്കും റിസീവ് ആവും. ഓക്കെ, ഇനി അവിടെ നിന്ന് വെൻട്രിക്കിൾസിലേക്ക് അത് പോകുമ്പോൾ ത്രൂ ദി ഫ്രം ദി സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനാ കാവയിൽ നിന്നും പൾമണറി വെയിൻസിൽ നിന്നും റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എൻ്റർ ചെയ്ത ബ്ലഡ് ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ് വാൽവ് ഓപ്പൺ ചെയ്ത് വെൻട്രിക്കിൾസിലേക്ക് എത്തിച്ചേരും അല്ലെ? ഈ ഒരു സ്റ്റേജിൽ, അതായത് നമ്മുടെ ജോയിന്റ് ഡയസ്റ്റോളിന് ശേഷം ട്രൈകസ്പിഡും ബൈകസ്പിഡും വാൽവ് തുറക്കുമ്പോൾ നമ്മുടെ സെമിലുനാർ വാൽവ്സ് ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ആദ്യം അറിയേണ്ടത് ഓറിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഓറിക്കുലാർ സിസ്റ്റോൾ. സോ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ജോയിന്റ് ഡയസ്റ്റോൾ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഓറിക്കുലാർ സിസ്റ്റോൾ ആണ്. ഓക്കെ, ഈ ഒരു ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, ആ സ്റ്റെപ്പ് ഓർത്ത് വെക്കുക. ജോയിന്റ് ഡയസ്റ്റോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓറിക്കുലാർ സിസ്റ്റോളയാണ്. ഓക്കെ, ആൻഡ് ദ വെരി നെക്സ്റ്റ് തിങ് ആഫ്റ്റർ ദാറ്റ്, അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് എന്താണ്? സി, ഓറിക്കുലാർ സിസ്റ്റോള എങ്ങനെ ഹാപ്പൻ ചെയ്യുന്നത്? നമ്മുടെ ഏട്രിയൽ നോഡ് ഒരു ഇമ്പൾസ് കൊടുക്കും. ആ ഇമ്പൾസ് മൊത്തം ഏട്രിയയിൽ ഡിസ്പോസ്ഡ് ആവും. എന്നിട്ട് എന്ത് സംഭവിക്കും? ഏട്രിയ കോൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ബ്ലഡിനെ ഏട്രിയയിൽ നിന്ന് വെൻട്രിക്കിൾസിലേക്ക് എത്തിക്കും. ഇപ്പൊ വെൻട്രിക്കിൾസ് എത്തിയ ബ്ലഡിന് ഇപ്പൊ അടുത്ത ഡ്യൂട്ടി എന്താ? വെൻട്രിക്കിൾസിനെ കോൺട്രാക്ട് ചെയ്യണം. അപ്പം എസ് എ നോഡിൽ നിന്ന് ജനറേറ്റ് ചെയ്ത ഇമ്പൾസ് നേരെ എവിടേക്ക് എത്തും? വെൻട്രിക്കിൾസിലേക്ക് എത്തും. ഇനി വെൻട്രിക്കിൾസിനെ കോൺട്രാക്ട് ചെയ്യിപ്പിക്കണം. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി വെൻട്രിക്കുലാർ സിസ്റ്റോളെ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെൻട്രിക്കുലാർ സിസ്റ്റോളെ ആയിരിക്കും. അപ്പൊ വെൻട്രിക്കുലാർ സിസ്റ്റോളെ ഹാപ്പൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ത് തന്നെയായിരിക്കും? സി, വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ് വാൽവ്സ് ക്ലോസ് ആവുകയും ഓക്കെ സി വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ നടന്നു കഴിയുമ്പോഴത്തേക്കും ഏട്രിയ റിലാക്സ്ഡ് ആവും. Once atria gets relaxed, what happens? Your bicuspid and tricuspid valves close. So ventricular systole കഴിഞ്ഞ next step എന്ന് പറയുന്നത് ventricular diastole ആണ്. Sorry, ventricular systole കഴിഞ്ഞ next step എന്ന് പറയുന്നത് auricular diastole ആണ്. അതായത് once your ventricles നിങ്ങളുടെ ventricles contract ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ auricles relaxed ആവും. So auricular systole. Okay. Auricular systole. അപ്പം ഓറിക്കുലാർ സിസ്റ്റോളിൽ എന്താ സംഭവിക്കുന്നത്? ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ് വാൽവ്സ് ക്ലോസ് ആവും. അപ്പൊ നമുക്ക് എന്ത് കേൾക്കാൻ പറ്റും? ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും.
ഓക്കെ, സോ ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ഇസ് ഹേർഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഓയിക്കുലാർ സിസ്റ്റോളി. അപ്പൊ ഇത് എന്തിനാ മിസ് ഇങ്ങനെ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ ചോദിക്കും, സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ? ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ഇസ് ഹേർഡ് ആഫ്റ്റർ ഓറിക്കുലാർ സിസ്റ്റോളി. ഓറിക്കുലാർ സിസ്റ്റോളി എപ്പോഴാണ് സംഭവിക്കുക? വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഏട്രിയ റിലാക്സ്ഡ് ആവും. As soon as atria gets relaxed, the bicuspid and tricuspid valves will be closing. See, ഇപ്പൊ നമ്മുടെ ബ്ലഡ് എവിടെ എത്തി നിൽക്കുന്നത്? വെൻട്രിക്കിൾസിലാണ്. അങ്ങനെ വെൻട്രിക്കിൾസിലേക്ക് ബ്ലഡ് വന്നുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ വെൻട്രിക്കുലർ പ്രഷർ കൂടില്ലേ? അപ്പൊ വെൻട്രിക്കിൾസിലെ പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യും? വെൻട്രിക്കിൾസ് പിന്നെയും എന്ത് ചെയ്യും? അപ്പൊ വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ആയി നമ്മളെ ബ്ലഡ് ഓൾമോസ്റ്റ് പമ്പ്ഡ് ആയിട്ടുണ്ട് അല്ലെ? വെൻട്രിക്കുലർ പ്രഷർ കൂടി വരുന്ന സമയത്ത് നമ്മുടെ സെമിലുനാർ വാൽവ്സ് ഓപ്പൺ ചെയ്യും. ഓക്കെ, ഈ സെമിലുനാർ വാൽവ്സ് എന്തിനാ ഗാർഡ് ചെയ്ത് വെച്ചേക്കുന്നത്? പൾമണറി ആർട്ടറിനെയും അയോർട്ടിനെയും അല്ലെ? അപ്പം വെൻട്രിക്കിൾസിൽ നിന്ന് ഡിയോക്സിനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് പൾമണറി ആർട്ടറി വഴി എവിടെ ലങ്സിലേക്കും ഓക്സിജനേറ്റ് ആയിട്ടുള്ള ബ്ലഡ് അയോട്ട വഴി ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. അപ്പൊ ഈ സെമിലുനാർ വാൽവ്സ് ഓപ്പൺ ചെയ്താൽ അതിന് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വെൻട്രിക്കുലർ പ്രഷർ കൂടി വരുന്നതിനനുസരിച്ച് സെമിലുനാർ വാൽവ്സ് ഓപ്പൺഡ് ആവുകയും ഓക്കെ ബ്ലഡ് പമ്പ്ഡ് ആവുകയും ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് പറയാം? നെക്സ്റ്റ് സ്റ്റെപ്പ് വെൻട്രിക്കുലർ ഡയസ്റ്റോളയാണ്. അപ്പൊ ഈ ഓർഡർ മറക്കരുത്. ഓക്കെ, ഇനി വെൻട്രിക്കുലർ ഡയസ്റ്റോളി അല്ലെങ്കിൽ വെൻട്രിക്കിൾസ് റിലാക്സ്ഡ് ആയി കഴിയുമ്പോഴത്തേക്കും പ്രഷർ പിന്നെയും കുറയാൻ തുടങ്ങും. അപ്പൊ എന്ത് സംഭവിക്കും? സെമിലുനാർ വാൽവ്സ് ക്ലോസ്ഡ് ആവും. കാരണം എന്താ? ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് ഉണ്ടാവാൻ പാടില്ല അല്ലെ? അപ്പം ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൽവ്സ് പിന്നെയും ഓപ്പൺ ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓർക്ക് വെൻട്രിക്കിൾസിലെ പ്രഷർ ഫോളോ ചെയ്യുമ്പോൾ സെമിലുനാർ വാൽവ്സ് ക്ലോസ് ചെയ്യും, ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ് വാൽവ്സ് ഓപ്പൺ ചെയ്യും. അതാ മിസ് പറഞ്ഞേ. ആ ടേംസ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ആ പ്രോസസ്സ് കറക്റ്റ് ആയിട്ട് അറിയണം. ഓക്കെ, അപ്പൊ ഈ 5 സ്റ്റെപ്പും ഓർത്തിരിക്കാം. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ, സോ ഇനി നമ്മൾ പിന്നെ എത്തി നിൽക്കുന്നത് എവിടെ തന്നെ ആയിരിക്കും? സി, നമ്മുടെ ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ് വാൽവ്സ് ഓപ്പൺ ആയി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഏട്രിയം വെൻട്രിക്കിൾസും പിന്നെയും റിലാക്സ്ഡ് ആയി. അതായത് നമ്മൾ പിന്നെയും once again will reach back to joint diastole. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് ഹാപ്പൻസ്. അപ്പോൾ ഒരു കാർഡിയാക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ 0.8 സെക്കൻഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ഓരോ വെൻട്രിക്കിളും 70 ml ബ്ലഡ് ആണ് ഒരു കാർഡിയാക് സൈക്കിളിൽ പമ്പ് ചെയ്യുന്നത്. അതായത് 0.8 സെക്കൻഡ്സ് ആണ് ഒരു കാർഡിയാക് സൈക്കിൾ എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സി, ഒരു കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത് 0.8 സെക്കൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മുടെ ഒരു വെൻട്രിക്കിൾ ഒരു കാർഡിയാക് സൈക്കിളിൽ 70 ml ബ്ലഡ് പമ്പ് ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? വോളിയം ഓഫ് ബ്ലഡ് ദാറ്റ് ഇസ് പമ്പ്ഡ് ഔട്ട് ബൈ ഈച്ച് വെൻട്രിക്കിൾ ഓഫ് യുവർ ഹാർട്ട് പെർ മിനിറ്റ്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു വെൻട്രിക്കിൾ ഒരു കാർഡിയാക് സൈക്കിളിൽ പമ്പ് ചെയ്യുന്ന 70 ml ആണെന്നാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ നിങ്ങളുടെ വെൻട്രിക്കിൾസ് പമ്പ് ചെയ്യുന്ന ബ്ലഡ് അത് എത്രയായിരിക്കും? അതാണ് നിങ്ങളുടെ കാർഡിയാക് ഔട്ട്പുട്ട്, വിച്ച് ഇസ് ഈക്വൽ ടു 5 liters, റൈറ്റ്? അപ്പൊ നമുക്ക് എങ്ങനെ അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റും? നിങ്ങളുടെ കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രോക്ക് വോളിയം. സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത് ആണ് എന്ത്? വോളിയം ഓഫ് ദി 70 ml അല്ലെ? സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത് 70 ml ഓഫ് യുവർ ബ്ലഡ്. ഓക്കെ, ബ്ലഡ് വിച്ച് ഇസ് പമ്പ്ഡ് ഔട്ട് ബൈ പെർ വെൻട്രിക്കിൾ. ഐ മീൻ ഓരോ വെൻട്രിക്കിൾസും 70 ml ഓഫ് ബ്ലഡ് ആണ് ഒരു കാർഡിയാക് സൈക്കിളിൽ പമ്പ് ചെയ്യുന്നത്. അതാണ് നിങ്ങളുടെ സ്ട്രോക്ക് വോളിയം. ആ സ്ട്രോക്ക് വോളിയത്തിനെ നമ്മൾ നമ്മുടെ ഹാർട്ട് റേറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ കാർഡിയാക് സൈക്കിൾ ഓർക്കുക. ഒരു കാർഡിയാക് സൈക്കിളിൽ 70 ml ബ്ലഡ് ആണ് ഓരോ വെൻട്രിക്കിൾസ് പമ്പ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര എമൗണ്ട് ഓഫ് ബ്ലഡ് ആണ് നിങ്ങളുടെ വെൻട്രിക്കിൾസ് പമ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ കാർഡിയാക് ഔട്ട്പുട്ട് ആണ്. Simply means that your stroke volume into heart rate, which is equal to your cardiac output. Okay, അപ്പൊ നമുക്ക് പറയാം ഒരു കാർഡിയാക് സൈക്കിളിൽ നമുക്ക് 2 പ്രോമിനന്റ് ആയിട്ടുള്ള സൗണ്ട്സ് ആണ് കേൾക്കാൻ പറ്റുന്നത്. എന്തൊക്കെയാണത്? ലബും ഡബും അല്ലെ? അപ്പൊ ഈ ലബ് എപ്പോഴാണ് നമ്മൾ കേൾക്കുന്നത്? ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൽവ്സ് ക്ലോസ് ചെയ്യുമ്പോൾ. എപ്പോഴാണ് ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൽവ്സ് ക്ലോസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു നമ്മൾ വെൻട്രിക്കുലർ കോൺട്രാക്ഷന്റെ സമയത്ത്. ഓക്കെ, വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം ഓറിക്കിൾസ് റിലാക്സ്ഡ് ആവും. ഓറിക്കിൾസ് റിലാക്സ്ഡ് ആയ ആദ്യം സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൽവ്സ് ക്ലോസ് ചെയ്യലാണ്. അപ്പൊ നമുക്ക് ലബ് കേൾക്കാൻ പറ്റും, വിച്ച് ഇസ് കൺസിഡർഡ് ആസ് ദി ഫസ്റ്റ് ഹാർട്ട് സൗണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡബ് എപ്പോഴാണ് കേൾക്കാൻ പറ്റുക? നമ്മൾ പറഞ്ഞായിരുന്നു വെൻട്രിക്കിൾസ് റിലാക്സ്ഡ് ആയതിനു ശേഷം വെൻട്രിക്കിൾസിലെ പ്രഷർ കുറയും. അപ്പൊ എന്ത് സംഭവിക്കും? സെമിലുനാർ വാൽവ്സ് ക്ലോസ് ചെയ്യും. എന്തിനാ ക്ലോസ് ചെയ്യുന്നത്? പോയ ബ്ലഡ് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി. അപ്പോഴാണ് നമുക്ക് എന്ത് കേൾക്കാൻ പറ്റുന്നത്? ഡബ് സൗണ്ട് കേൾക്കാൻ പറ്റുന്നത്. ഓക്കെ, ദിസ് ഇസ് ഓൾ റിഗാർഡിംഗ് ടു യുവർ കാർഡിയാക് സൈക്കിൾ. ഓക്കെ,
അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമുക്കറിയാം മർമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അബ്നോർമൽ ആയിട്ട് നമ്മൾ സൗണ്ട്സിനെ പറ്റി പഠിച്ചില്ലേ, ഹാർട്ട് സൗണ്ട്സിനെ പറ്റി. മർമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന അബ്നോർമൽ സൗണ്ട്സ് ആണ്. നമ്മൾ നോർമലി ലബ്ഡ് അപ്പ് സൗണ്ട്സ് ആണ് കേൾക്കേണ്ടത്. ചില പേഷ്യൻസിൽ ഹാർട്ട് വാൽവിന് എന്തെങ്കിലും ഇംപ്രോപ്പർ ക്ലോസിംഗ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഹാർട്ട് വാൽവ്സ് ക്ലോഷർ നടക്കാതിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സെപ്റ്റൽ ഡിഫക്ട്, നമുക്കറിയാം ഇന്റർ ഏട്രിയൽ സെപ്റ്റം ഉണ്ട്, ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം ഉണ്ട്. അപ്പൊ അങ്ങനെ സെപ്റ്റത്തിൽ എന്തെങ്കിലും ഡിഫക്ട് ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മർമേഴ്സ് കാണാൻ പറ്റും. ഈ പോയിന്റ് ഇപ്പൊ മിസ് എന്തിനാ പറഞ്ഞേ? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തരികയാണ്. മർമേഴ്സ് ആർ അബ്നോർമൽ സൗണ്ട്സ്. ഇറ്റ് കുഡ് ബി arising due to improper closing of any heart valve or in patients with interventricular septal defects. അത് ട്രൂ ആണോ ഫാൾസ് ആണ്? ഓക്കെ. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് തരാം മർമേഴ്സ് അബ്നോർമൽ സൗണ്ട്സ് ആണ്, എന്നിട്ട് നമുക്ക് റീസണിങ്ങിനകത്ത് ഇതൊക്കെയാണ് കാണുന്നത് പറയാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ കേട്ട് പരിചയം ഉണ്ടായിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഇപ്പൊ മിസ് പറഞ്ഞ് ലബ്ഡബ് അറിഞ്ഞിരുന്നാൽ മതി. പൊതുവെ NCERT വായിക്കുമ്പോൾ പിള്ളേർ എങ്ങനെയാ വായിക്കുക? അതിൽ കുറച്ചൊക്കെ മിസ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ മാത്രം നന്നായിട്ട് വായിക്കും. മറ്റു കാര്യങ്ങൾ സ്റ്റോറി ബുക്ക് വായിക്കുന്ന പോലെ വായിക്കും. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ആ വരികളൊന്നും നിങ്ങൾക്ക് NCERT-ൽ എവിടെയാ കിടക്കുന്നതെന്ന് പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോൾ ഓർമ്മയുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാക്കരുത്. ലൈൻ ബൈ ലൈൻ NCERT വായിക്കണം. എപ്പോഴും ഈ ഒരു പോയിന്റിന് എങ്ങനെയായിരിക്കും എക്സാമിനർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക എന്നുള്ള രീതിയിൽ NCERT-നെ അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? മിസ് അടുത്ത ടോപ്പിക് എടുക്കട്ടെ. നെക്സ്റ്റ് തിങ് ഈസ് ബ്ലഡ് പ്രഷർ. നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് അറിയാം നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, പേഷ്യന്റിന് 130/90 BP വരുന്നുണ്ട്. അപ്പൊ ഇത് നോർമൽ ആണോ അല്ലയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഭൂരിഭാഗം ക്രാഷിലെ കുട്ടികളാണെങ്കിലും ഇപ്പം ഈവൻ +1 +2 സ്റ്റുഡൻസ് ആണെങ്കിലും ഞാൻ കേട്ടിട്ടുള്ളത് ഇത് ഹൈ BP ആണ് മിസ്റ്റേ എന്നാണ്. ഇത് ഹൈ BP ആണോ? അല്ല. നമ്മൾ പ്രഷർ പഠിക്കുമ്പോൾ നമുക്കറിയാം 120 എന്ന് പറയുന്ന സിസ്റ്റോളിക്കും 80 എന്ന് പറയുന്ന ഡയസ്റ്റോളിക്കും ബ്ലഡ് പ്രഷർ ആണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ബ്രേക്കിലാട്രിയിൽ നിന്നാണ് ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്നത്. സ്റ്റിഗ്മോ മാനോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഒന്നും ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഭൂരിഭാഗം സ്റ്റുഡൻസ് 120/80 എന്ന് പറയുന്നത് നോർമൽ ബ്ലഡ് പ്രഷർ ആണ്. ഇതിന്റെ കൂടുകയോ കുറയോ ചെയ്തു കഴിഞ്ഞാൽ അത് അബ്നോർമൽ ആണ്. അങ്ങനെയല്ല. 120 80 ഡിഫറൻസ് എന്ന് പറയുന്നത് 40 mmHg ആണ്. ഈ 40 ആണ് നമ്മൾ പറയുന്ന പൾസ് പ്രഷർ. ഓക്കെ. അപ്പൊ നമുക്ക് ഏതൊരു സിസ്റ്റോളിക് അല്ലെങ്കിൽ ഡയസ്റ്റോളിക് റേഞ്ചസ് തന്നാലും ഒരിക്കലും നമുക്കത് ഹൈ പ്രഷർ ആണെന്ന് പറയാൻ പാടില്ല. യു ഷുഡ് ബി ഷുവർ ദാറ്റ് ദർ ഇസ് എ ഡിഫറൻസ് ഓഫ് 40. 130/90 നിങ്ങൾക്ക് 40 ഡിഫറൻസ് വരുന്നില്ലേ? അപ്പൊ അത് ഹൈ പ്രഷർ ആണോ? അല്ല. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഡിഫറൻസ് അഥവാ പൾസ് പ്രഷർ എന്ന് പറയുന്നത് 40 mmHg ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് എ നോർമൽ വാല്യൂ. ഓക്കെ. പക്ഷെ ഇറ്റ്സ് ഗുഡ് ഇഫ് യു ഗെറ്റ് ഇറ്റ് 120/80. പക്ഷെ ചില പേഷ്യൻസിന്റെ കേസിൽ ഓഫ് കോഴ്സ് ദർ ആർ വേരിയേഷൻസ്, റൈറ്റ്? ആ വേരിയേഷൻസ് അബ്നോർമൽ ആവുക, അതായത് ഹൈപ്പോയോ അല്ലെങ്കിൽ ഹൈപ്പറോ ആവുന്നത് പൾസ് പ്രഷർ 40-നേക്കാൾ കുറവോ കൂടുതലോ ആകുമ്പോഴാണ്. അൺലെസ് ആൻഡ് അൺടിൽ ദാറ്റ് ഹാപ്പൻസ് ഇറ്റ് സ്റ്റാൻഡ്സ് ടു ബി എ നോർമൽ ബ്ലഡ് പ്രഷർ. ഓക്കെ. അപ്പം അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ECG ആണ്. ഓക്കെ. അപ്പം ECGയിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട കാര്യം എന്താ? നമുക്കറിയാം ECG എങ്ങനെയാണ്, ECGയിൽ എത്ര വേവ്സ് വരുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് മിസ്സിന് അറിയാം. അതല്ല ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ. നമ്മളൊരു ECG വേവ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഇതിൽ PQRST. P വേവ് ആണ് ഫൈൻ, Qയും Rഉം Sഉം ഒരു കോംപ്ലക്സ് ആണ്, T അനദർ വേവ് ആണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ വേവ്സ് മാത്രമേ ഉള്ളൂ ഒരു ECGക്കകത്ത്? അല്ല, അല്ലെ? നോർമൽ ECG കേസിൽ നമുക്ക് P വേവും QRS കോംപ്ലക്സും T വേവും ഇങ്ങനെയായിരിക്കും കാണുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സർട്ടൻ അബ്നോർമാലിറ്റീസ് ഇതിൽ വ്യത്യാസം വരുന്നുണ്ടായിരിക്കുമല്ലോ. അതിപ്പോ നമ്മൾ വേവിൽ വരുന്ന ഡിഫറൻസ് മാത്രം വെച്ചിട്ടാണോ കണ്ടുപിടിക്കുന്നത്? ഉറപ്പായിട്ടും അല്ല. അപ്പൊ ഒരു ECGയുടെ മേജർ കമ്പോണൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? വേവ്സും സെഗ്മെന്റ്സും ഇന്റർവെൽസും ആണ്. ഓക്കെ. നിങ്ങൾക്ക് ഇവിടെ കാണാം P വേവ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ലൈൻ നിങ്ങൾ ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ ഐസോഇലക്ട്രിക് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എബോവ് വരുന്നത് പോസിറ്റീവും ബിലോ വരുന്നത് നെഗറ്റീവും ആയിരിക്കും. ഓക്കെ. ഡിഫ്ലക്ഷൻ ആണ് പറയുന്നത്. ഓക്കെ. ഇത് ഐസോഇലക്ട്രിക് ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് വേവ്സ് കമ്മിങ് അബവ് ഹാവ് പോസിറ്റീവ് ഡിഫ്ലക്ഷൻ ആൻഡ് വേവ്സ് ബിലോ ഇറ്റ് ഹാസ് നെഗറ്റീവ് ഡിഫ്ലക്ഷൻ. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ P വേവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏട്രിയൽ ഡീപോളറൈസേഷൻ ആണ്. അതായത് ഏട്രിയ കോൺട്രാക്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരവസ്ഥ. That is called as atrial depolarization. Okay. When you come to നമുക്കറിയാം atrial depolarization സംഭവിച്ചു, ഏട്രിയ കോൺട്രാക്ട് ചെയ്തു, then definitely ഏട്രിയ റിലാക്സ് ചെയ്യുന്ന ഒരു സെഗ്മെന്റും കൂടി നമ്മൾ ECGയിൽ കാണണ്ടേ? അതായത് ഏട്രിയൽ റീപോളറൈസേഷനും കൂടി കാണണ്ടേ? അത് പക്ഷെ നമുക്ക് ഡയറക്ട്ലി ECGയിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല.
ഓക്കെ, ഈ ഏട്രിയൽ റീപോളറൈസേഷൻ എന്ന് പറയുന്ന ഈ QRS കോംപ്ലക്സിന്റെ അടിയിൽ ഇങ്ങനെ പതുങ്ങിയിരിക്കുകയായിരിക്കും കള്ളനെ പോലെ. ഓക്കെ, സോ ഈ QRS കോംപ്ലക്സിന്റെ അടിയിലായിട്ട് യു ക്യാൻ സി ഏട്രിയൽ റീപോളറൈസേഷൻ. നമുക്ക് ഡയറക്ട്ലി ECG നോക്കിയിട്ട് അസസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ QRS കോംപ്ലക്സ് ഒരിക്കലും ഏട്രിയൽ റീപോളറൈസേഷൻ അല്ല. ഓക്കെ, Q വേവ് ബിഗിൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മൈൽഡ്ലി ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നിങ്ങൾക്ക് ഏട്രിയൽ റീപോളറൈസേഷൻ ഒബ്സർവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കത് ECGയുടെ ഇലക്ട്രിക്കൽ നോട്ട്സ് ഉപയോഗിച്ച് പ്ലോട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം QRS കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ ആണ്. അതായത് വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുന്നതിന് കുറച്ച് മുന്നേ ഉള്ള ഒരു അവസ്ഥ. സോ ഡെഫിനറ്റ്ലി റിലാക്സ് ചെയ്യുന്നത് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റണ്ടേ? പക്ഷെ ഏട്രിയൽ റീപോളറൈസേഷൻ പോലെയല്ല, വെൻട്രിക്കുലർ റീപോളറൈസേഷൻ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് യുവർ വേവ്സ്. ഇനി കമ്മിങ് ഓൺ ടു ECGക്ക് സെഗ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാ സെഗ്മെന്റ്സ് വരുന്നത്? PQ സെഗ്മെന്റ് വരുന്നുണ്ട് ആൻഡ് ST സെഗ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ ആ നെയിമിൽ തന്നെ നിങ്ങൾക്ക് കോമൺ സെൻസ് വെച്ചിട്ട് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. PQ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ P വേവ് അവസാനിക്കുന്നിടത്തുനിന്ന് തുടങ്ങുകയും Q വേവ് തുടങ്ങുന്നതിന് മുന്നേ അവസാനിക്കുകയും ചെയ്യുന്നത്. അതായത് ബിഗിൻസ് വിത്ത് P വേവ്, എൻഡ്സ് വിത്ത് Q വേവ്. ഓക്കെ, എൻഡ്സ് വിത്ത് ദി ബിഗിനിങ് ഓഫ് Q വേവ്. അതായത് ഏട്രിയൽ ഡീപോളറൈസേഷൻ കഴിയാറാവുന്ന പോർഷൻ മുതൽ വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ തുടങ്ങുന്നതിന് കുറച്ച് മുന്നേ വരെയുള്ള ആ ഒരു പോയിന്റ് ഓഫ് ടൈം, അതിനെയാണ് നമ്മൾ PQ സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ എന്തിനാണ് നമ്മളിങ്ങനെ സെഗ്മെന്റ്സും വേവ്സ് ഒക്കെ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്? ECG നമ്മൾ വായിക്കുന്ന സമയത്ത് അതിൽ എന്തൊക്കെ അബ്നോർമാലിറ്റീസ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് പാത്തോളജീസ് എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വേവ്സും സെഗ്മെന്റ്സും ഇന്റർവെൽസും ഒക്കെ ആയിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് തിങ് ഇസ് സി. നമ്മൾ PQ സെഗ്മെന്റ് പഠിച്ചു, ST സെഗ്മെന്റ് പഠിച്ചു. ST സെഗ്മെന്റും അതേപോലെ തന്നെ വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ അവസാനിക്കുന്നിടത്ത് മുതൽ വെൻട്രിക്കുലർ റീപോളറൈസേഷൻ തുടങ്ങുന്നത് വരെയുള്ളതാണ് എന്ത്? ST സെഗ്മെന്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് പറയാനുള്ളത് ഇന്റർവെൽസിനെ പറ്റിയാണ്. അപ്പൊ ഇന്റർവെൽസിനെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം അത് കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുള്ള ഒരു പോർഷൻ ആണ്. നമുക്കിപ്പോ PQ സെഗ്മെന്റ് എന്താണെന്ന് അറിയാം, ST സെഗ്മെന്റ് എന്താണെന്ന് നല്ല വൃത്തിക്ക് അറിയാം അല്ലെ? ഇത് നമ്മൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇന്റർവെലിനെ പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാ? സി, P വേവ് തുടങ്ങുന്നത് തൊട്ടിട്ട് ഓക്കെ Q വേവ് തുടങ്ങുന്നത് വരെയുള്ളത് നമുക്ക് PR ഇന്റർവെൽ ആയിട്ട് കണക്കാക്കാം. ഓക്കെ, സോ യു സേ ദാറ്റ് ഇറ്റ്സ് നോട്ട് PQ ഇന്റർവെൽ. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ പേര് വെച്ചിട്ട് ഇവിടെ നമുക്ക് അതിനെ അസസ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിനെ PR ഇന്റർവെൽ എന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം നമുക്ക് R ഉൾപ്പെടുത്താൻ പറ്റില്ല, പക്ഷെ എന്നാൽ R ഒരു ലിമിറ്റ് വരെ അത് പോകുന്നതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം P തുടക്കം തൊട്ട്, അതായത് ഏട്രിയൽ ഡീപോളറൈസേഷന് തുടക്കം തൊട്ട് വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ തുടങ്ങുന്നതിന് കുറച്ച് മുന്നേ, അല്ലെങ്കിൽ തുടങ്ങി കുറച്ച്, അങ്ങനെ വേണം നമുക്ക് പറയാം. അതാണ് PR ഇന്റർവെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വേവ്സ് 3 ഉണ്ട്, സെഗ്മെന്റ്സ് 2 ഉള്ളൂ, ഇന്റർവെൽസ് 3 ഉണ്ട്. അപ്പൊ ആദ്യത്തെ ഇന്റർവെൽ എന്ന് പറയുന്നത് PR ഇന്റർവെൽ ആണ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് സി, QT ഇന്റർവെൽ. അതായത് Qയിൽ നിന്ന് തുടങ്ങി T വേവ് അവസാനിക്കുന്ന വരെയുള്ളത് QT ഇന്റർവെൽ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ 2 ഇന്റർവെൽസ് പഠിച്ചു, PR ഇന്റർവെലും പഠിച്ചു, QT ഇന്റർവെലും പഠിച്ചു. ഇഫ് ദാറ്റ്സ് ദ കേസ്, നെക്സ്റ്റ് എന്താണ് നമുക്കുള്ളത്? സി, ഇനി ഒരു ഇന്റർവെലും കൂടി ഇല്ലേ? ഇതിപ്പോ നമ്മൾ ഒരു ECGയുടെ കേസ് അല്ലേ പറഞ്ഞത്. നമ്മൾ ഇതിങ്ങനെ ECG ഷീറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതേപോലത്തെ സി, ഇതിൽ കാണുന്ന ഈ T വരെയുള്ള അതേ സെഗ്മെന്റ്സ് പിന്നെ ഇങ്ങനെ ക്യാരി ഓൺ ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു സെഗ്മെന്റിലെ R-ഉം അടുത്ത സെഗ്മെന്റിലെ R-ന്റെ ഇടയിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ RR ഇന്റർവെൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ യു ഹാവ് 3 ഇന്റർവെൽസ്, 2 സെഗ്മെന്റ്സ് ആൻഡ് 1 വേവ്സ്. ഇത് NCERT-യിൽ മെൻഷൻ ചെയ്യുന്ന, ലൈറ്റ് മെൻഷൻ ചെയ്യുന്നേ ഉണ്ടാവുള്ളൂ, ബട്ട് നിങ്ങൾക്ക് ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്തൊക്കെ അറ്റ്ലീസ്റ്റ് സെഗ്മെന്റ്സ് ഏതൊക്കെയാണെന്നും ഓരോ വേവും എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും എന്നുള്ളത് മിനിമം അതെങ്കിലും ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, നമുക്കറിയാം ആർട്ടറീസിനും വെയിൻസിനും 3 മേജർ ലെയേഴ്സ് ഉണ്ട്. ട്യൂനിക്ക ഇന്റിമ, ട്യൂനിക്ക മീഡിയ ആൻഡ് ട്യൂനിക്ക എക്സ്റ്റേണ. ഓക്കെ, അതിലത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല, മിസ് വല്ലാതെ അത് ഡീപ്പായിട്ട് പറയുന്നില്ല. ഓക്കെ, ആ ലെയേഴ്സ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇനി നിങ്ങളുടെ സൈനോ ഏട്രിയൽ നോഡിന്റെ ആക്ഷൻ ആണ്, അതായത് നിങ്ങൾ ഓട്ടോമാറ്റിക് റിതമിസിറ്റി ഓഫ് ദ ഹാർട്ട്. എങ്ങനെയാണ് നമുക്കറിയാം എല്ലാ ഓർഗൻസും പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ കിട്ടുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡെഫിനറ്റ്ലി ന്യൂറോൺസ് ഫ്രം യുവർ ഏതെങ്കിലും ഒരു നെർവസ് സിസ്റ്റം. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ കേസിലായിരിക്കും, ഇൻവോളണ്ടറി ഓർഗൻസിന്റെ കേസിലൊക്കെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആയിരിക്കും ടേക്കപ്പ് ചെയ്യുന്ന റോള്. അപ്പം അവിടെ നിന്ന് വരുന്ന ഒരു ഇമ്പൾസ് അല്ലെങ്കിൽ ഒരു ന്യൂറോൺ സിഗ്നൽ കൊണ്ട് മാത്രമേ പല ഓർഗൻസിനും ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്കറിയാം ഹാർട്ട് എന്ന് പറയുന്നത് ഒരു മയോജനിക് ഓർഗൻ ആണ് അല്ലെ? അതിന്റെ ഇമ്പൾസസ്, ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ഇറ്റ്സ് ഇമ്പൾസസ് ഓൺ ഇറ്റ്സ് ഓൺ. ഓക്കെ, ഇറ്റ് ഡസന്റ് നീഡ് എനി കൈൻഡ് ഓഫ് എ സിഗ്നൽ, അത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ
എങ്ങനെയാണ് ആ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഹാർട്ടിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോൺട്രാക്ടൈൽ സെൽസ് ഉണ്ട്. എന്തുകൊണ്ട്? സ്പെഷ്യലൈസ്ഡ് കോൺട്രാക്ടൈൽ സെൽസ് ഉണ്ട്. ഓക്കെ, യു ക്യാൻ ഈവൻ കോൾ ഇറ്റ് ആസ് കണ്ടക്ടിങ് സെൽസ്. ഓക്കെ, ഈ കണ്ടക്ടിങ് സെൽസിന്റെ ജോലി എന്താണ്? സെൽഫ് എക്സൈറ്റേഷൻ ആണ്. ഓക്കെ, ഇറ്റ് ഹാസ് ദി കേപ്പബിലിറ്റി ഓഫ് സെൽഫ് എക്സൈറ്റേഷൻ. അതായത് വേറൊരു എക്സ്റ്റേണൽ ഇമ്പൾസിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. അപ്പം നമ്മൾ ഈ ഒരു യൂണിറ്റിനെയാണ് കാർഡിയാക് കണ്ടക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഈ സെൽഫ് എക്സൈറ്റേഷൻ ബിഗിൻ ചെയ്യുന്നത് സൈനോ ഏട്രിയൽ നോഡിലാണ്. ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ബാക്കി കാർഡിയാക് കണ്ടക്ഷൻ സിസ്റ്റത്തിലുള്ള പാർട്സ്, അതായത് SA നോഡ്, AV ബണ്ടിൽ ആൻഡ് പെർക്കിൻജി ഫൈബേഴ്സ്, ഇത്രയല്ലേ നമ്മുടെ കാർഡിയാക് കണ്ടക്ഷൻ സിസ്റ്റത്തിനകത്തുള്ള പാർട്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? SA നോഡ്, AV ബണ്ടിൽ ആൻഡ് പെർക്കിൻജി ഫൈബേഴ്സ്, റൈറ്റ്? അപ്പം ഈ SA നോഡ്, ഇതിൽ എന്തുകൊണ്ടാണ് നമ്മൾ SA നോഡിനെ മാത്രം പർട്ടിക്കുലർ ആയിട്ട് പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് എന്ന് പറയുന്നത്? സി, ആർക്കാണോ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഇമ്പൾസസ് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നത്, എല്ലായിടത്തും നന്നായി പെർഫോം ചെയ്യുന്ന ആൾക്കാരെ അല്ലേ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ലീഡർ ആക്കുന്നത്. അതേപോലെ സൈനോ ഏട്രിയൽ നോഡ് ഇസ് ദ വൺ ഹു ജനറേറ്റ് ഫാസ്റ്റസ്റ്റ് ഓഫ് ദ ഡിസ്ചാർജ്. അതുകൊണ്ട് തന്നെ നമ്മൾ സൈനോ ഏട്രിയൽ നോഡിനെയാണ് പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും വേഗത്തിൽ ഇമ്പൾസസിനെ സ്പ്രെഡ് ചെയ്യുന്നത് SA നോഡാണ്. അതുകൊണ്ട് തന്നെ ഈ കാർഡിയാക് കണ്ടക്ഷൻ സിസ്റ്റത്തിലെ ഈ 4 പാർട്ടും, അതായത് SA നോഡ്, AV ബണ്ടിൽ ആൻഡ് പെർക്കിൻജി ഫൈബേഴ്സിൽ ഏറ്റവും സ്മാർട്ടർ ആരാണ്? SA നോഡാണ്. ഹെൻസ് വി കോൾ ഇറ്റ് ആസ് ദി പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട്. അപ്പൊ വൺ വേർഡ് ആൻസർ എങ്ങനെ നിങ്ങൾക്ക് എഴുതാം? SA നോഡ് ഇസ് നോൺ ആസ് ദി പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് ബിക്കോസ് ഇറ്റ് ഡിസ്ചാർജ് ദ ഫാസ്റ്റസ്റ്റ്, ഇറ്റ് ഡിസ്ചാർജസ് ഇമ്പൾസസ് ഇൻ ദ ഫാസ്റ്റസ്റ്റ് റേറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ അത് ഓർത്ത് വെക്കാം. അപ്പൊ നമുക്കറിയാം സൈനോ ഏട്രിയൽ നോഡ് ഇമ്പൾസസിനെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? സൈനോ ഏട്രിയൽ നോഡ് ഇമ്പൾസസിനെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആർ യു ഏബിൾ ടു ഫോളോ? ഓക്കെ. അപ്പം നിങ്ങൾ ഇൻ കേസ് ഇപ്പൊ ഞാൻ പറയുമ്പോൾ സ്പീഡപ്പ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മിസ്സിന്റെ നോട്ട്സ് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അത് വായിച്ച് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഡൗട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് വാട്ട് യു ലെറ്റ്സ് സി. ഇപ്പൊ നമുക്കറിയാം സൈനോ ഏട്രിയൽ നോഡാണ് ഇത്. ഓക്കെ, അവിടെ നിന്ന് ഇമ്പൾസസ് ഇങ്ങനെ ജനറേറ്റ് ചെയ്തു. ഈ ട്രാക്ക് ഓർത്ത് വെക്കുക. ഓക്കെ, ഈ പാത്ത് ഓർത്ത് വെക്കുക. മിസ് പറഞ്ഞായിരുന്നു മൊത്തം ഹാർട്ടിൽ നമുക്ക് സ്പെഷ്യലൈസ്ഡ് കണ്ടക്ടിങ് സെൽസ് ഉണ്ട്. ഈ കണ്ടക്ടിങ് സെൽസ് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ഈ SA നോഡ് ഉണ്ടാക്കുന്ന ഇമ്പൾസസിനെ മൊത്തം ഹാർട്ടില് മസ്കുലേച്ചറിലും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പൊ അതെങ്ങനെയാണ് ആ സ്പ്രെഡിങ് നടക്കുന്നത്? നോക്കൂ, ഇപ്പൊ SA നോഡിൽ ഇമ്പൾസസ് ജനറേറ്റ് ആയി. ഓക്കെ, മനസ്സിലായി. എന്നിട്ട് ആ ഇമ്പൾസസ് മൊത്തം ഹാർട്ടിലും സെൽസിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട്. എങ്ങനെയാ സെൽസിലേക്ക് സ്പ്രെഡ് ആവുന്നത്? സി, നോക്കൂ, ഓരോ സെൽസിന്റെ ഇടയിൽ എന്തുണ്ട്? ഗ്യാപ് ജംഗ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഈ ഗ്യാപ് ജംഗ്ഷൻസിലൂടെയാണ് എന്ത് സെൻഡ് ചെയ്യുന്നത്? ഈ ഇമ്പൾസസിനെ ഏട്രിയയുടെ മൊത്തം മസ്കുലേച്ചറിൽ സ്പ്രെഡ് ആകുന്നത്. അങ്ങനെ ഏട്രിയയുടെ മൊത്തം മസിൽ സെൽസ്, കണ്ടക്ടിങ് സെൽസിന്റെ സഹായത്തോടുകൂടി ഏട്രിയയിലെ കംപ്ലീറ്റ്ലി നമ്മൾ ഡീപോളറൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ദാറ്റ് മൊമെന്റ് യുവർ ഏട്രിയ കോൺട്രാക്ട്സ്. അപ്പം നിങ്ങളുടെ ജോയിന്റ് ഡയസ്റ്റോൾ സ്റ്റേറ്റിൽ, ഓക്കെ, ജോയിന്റ് ഡയസ്റ്റോൾ സ്റ്റേറ്റിൽ ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ് വാൽവ്സ് തുറക്കുമ്പോൾ ഏട്രിയൽ സിസ്റ്റോളി നടക്കണമെന്നുണ്ടെങ്കിൽ ഈ SA നോഡ് കംപ്ലീറ്റ്ലി ഏട്രിയനെ ഡീപോളറൈസ് ചെയ്യണം. അപ്പൊ അതിനാദ്യം SA നോഡ് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ഏട്രിയ ഇങ്ങനെ ബ്ലഡ് ഒക്കെ റിസീവ് ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക SA നോഡിന്റെ ഒരു ഇമ്പൾസിന് വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പം SA നോഡിൽ നിന്ന് ഇമ്പൾസ് കിട്ടിയാൽ മാത്രമേ ഈ ഏട്രിയയിൽ എത്തി നിൽക്കുന്ന ബ്ലഡിന് ഏട്രിയക്ക് കോൺട്രാക്ട് ചെയ്ത് വെൻട്രിക്കിളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? SA നോഡിലെ ഇമ്പൾസ് ജനറേറ്റ് ആവണം, അത് മൊത്തം ഏട്രിയയിൽ സ്പ്രെഡ് ആവണം, എന്നിട്ട് ഏട്രിയ കോൺട്രാക്ട് ചെയ്യണം. അപ്പൊ നമുക്കറിയാം, ഓക്കെ, ഇവിടെ 2 ബ്രാഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ബ്ലൂ ഒരു നീണ്ട ബ്രാഞ്ച് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകുന്നുണ്ട്. ആ ബ്രാഞ്ച് വഴി ഇമ്പൾസസ് മൊത്തം ഏട്രിയാസിൽ കവർ ചെയ്യും. ഈ SA നോഡിന്റെ താഴത്തേക്ക് നമുക്കൊരു ബ്രാഞ്ച് കാണാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു ചെറിയ ബബിൾ കാണാം, ഒരു നീല ബബിൾ, അല്ലെ, താഴെ. അത് AV നോഡാണ്. ഓക്കെ, അപ്പൊ SA നോഡിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്തതിനു ശേഷം ഈ ഇമ്പൾസസ് AV നോഡിലേക്ക് എത്തും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എവിടേക്കാ? AV നോഡിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു ബണ്ടിൽ കാണാം കേട്ടോ. AV ബണ്ടിലേക്ക് എത്തും. AV ബണ്ടിൽ നിന്ന് പിന്നെ 2 ബ്രാഞ്ച് ആയിട്ട് ഡിവൈഡ് ചെയ്ത് താഴത്തേക്ക് ഇങ്ങനെ പോയിട്ട് നമുക്ക് പെർക്കിൻജി ഫൈബേഴ്സ് ഉണ്ട്. ഓക്കെ, പെർക്കിൻജി ഫൈബേഴ്സിലേക്ക് എത്തിയിട്ട് പെർക്കിൻജി ഫൈബേഴ്സിൽ നിന്ന് മൊത്തം വെൻട്രിക്കുലർ മസ്കുലേച്ചറിലേക്ക് ഈ ഇമ്പൾസസ് സ്പ്രെഡ് ആവുകയും ചെയ്യും. ഇതാണ് അതിന്റെ ഒരു പാത്ത്. മനസ്സിലായോ? സി, നമ്മൾ നോക്കുമ്പോൾ ഏട്രിയയിലെ കണ്ടക്ഷൻ കമ്പയർ ചെയ്യുമ്പോൾ വെൻട്രിക്കിൾസിലെ കണ്ടക്ഷൻ കുറവാണ്. കാരണം നമ്മൾ പറഞ്ഞു നേരത്തെ, കണ്ടക്ടിങ് സെൽസ് ഗ്യാപ് ജംഗ്ഷൻസ് വഴിയാണ് ഈ ഇമ്പൾസസിനെ എന്താ പറയാ സ്പ്രെഡ് ആക്കുന്നത്. അപ്പൊ ആ ഒരു ഗ്യാപ് ജംഗ്ഷൻസ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ് വെൻട്രിക്കിൾസിന്റെ കേസിൽ. അതുകൊണ്ട് തന്നെ സ്ലോ കണ്ടക്ഷൻ ആണ് എവിടെ ഉള്ളത്? വെൻട്രിക്കിൾസിലുള്ളത്, ഏട്രിയയിലെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏട്രിയയിൽ നിന്ന് വെൻട്രിക്കിൾസിലേക്ക് ബ്ലഡ് എത്താനല്ല, ഇമ്പൾസസ് എത്താൻ ഒരു ചെറിയ ഡിലേ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു ചെറിയ ഡിലേ, അത്ര വലിയൊരു ഡിലേ അല്ല, ബട്ട് സ്റ്റിൽ
നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഏട്രിയയിലെ കണ്ടക്ഷൻ ഫാസ്റ്ററും വെൻട്രിക്കുലർ റീജിയനിലെ എന്തിന്റെ കണ്ടക്ഷൻ, ബ്ലഡിന്റെ അല്ല ഇമ്പൾസസിന്റെ കണ്ടക്ഷൻ കുറച്ച് സ്ലോയുമാണ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഈ ഇമ്പൾസസ് 2 ബ്രാഞ്ചായിട്ട് ഡിവൈഡ് ചെയ്ത് പർക്കിൻജി ഫൈബേഴ്സിലെത്തി പർക്കിൻജി ഫൈബേഴ്സിൽ നിന്ന് അപ്പെക്സിൽ നിന്ന് ബേസിലേക്ക് എന്ത് ചെയ്യും, ഇതിനെ ട്രാൻസ്ഫർ ചെയ്യും. എന്തിനെ ട്രാൻസ്ഫർ ചെയ്യും, ഈ ഇമ്പൾസസിനെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ അടുത്ത ഡ്യൂട്ടി എന്താ, വെൻട്രിക്കിൾസ് ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ഇമ്പൾസസ് കിട്ടിയിട്ട് വേണം ഒന്ന് കോൺട്രാക്ട് ചെയ്യാൻ, എന്നിട്ട് വേണം ഈ ബ്ലഡിനെ ഒന്ന് ഒഴിവാക്കാൻ. എങ്ങോട്ട്, അയോട്ടയിലേക്കും പൾമണറി ആർട്ടറിയിലേക്കും. അപ്പൊ അതിനു വേണ്ടി ആദ്യം ഈ ഇമ്പൾസസ് വെൻട്രിക്കിൾസിൽ എത്തണം, എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഡോണ്ട് തിങ്ക് ദാറ്റ് ലൈക്ക് ഏട്രിയയിൽ നിന്ന് ബ്ലഡ് വെസൽസിൽ ഏട്രിയയിൽ നിന്ന് ബ്ലഡ് വെൻട്രിക്കിൾസിലേക്ക് എത്തിയാൽ മാത്രമേ വെൻട്രിക്കിൾസിനെ കോൺട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, ഉറപ്പായിട്ടും ബ്ലഡ് എത്തണം. അപ്പാർട്ട് ഫ്രം ദാറ്റ് വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ ഹാപ്പൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ SI നോഡിൽ നിന്ന് ജനറേറ്റ് ചെയ്ത ഇമ്പൾസ് AV നോഡും AV ബണ്ടിലും കടന്ന് പർക്കിൻജി ഫൈബേഴ്സും കടന്നിട്ട് വെൻട്രിക്കുലർ മസ്കുലേച്ചറിൽ എത്തി ആ വെൻട്രിക്കുലർ മസ്കുലേച്ചറിലേക്ക് ഈ മൊത്തം ഇമ്പൾസസും സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യൂ. അപ്പോഴേ ബ്ലഡിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പമ്പ് ചെയ്യാൻ പറ്റുള്ളൂ വെൻട്രിക്കിൾസിൽ നിന്ന് ബ്ലഡ് വെസൽസിലേക്ക്, അല്ലേ. അപ്പൊ നമ്മൾ ആ ഒരു പാത്ത് നന്നായിട്ട് ഓർത്ത് വെക്കുക. പലർക്കും ഇതിൽ ഡൗട്ട് ഉണ്ടായിരുന്നിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ആൻഡ് വെരി നെക്സ്റ്റ് തിങ് ഇസ്, ഇനി നിങ്ങൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് നമ്മുടെ കാർഡിയാക് റെഗുലേഷൻ ആണ്. ഓക്കെ, ആൻഡ് സി ഡബിൾ സർക്കുലേഷൻ എന്താണെന്ന് യു മൈറ്റ് ബി ഹാവിംഗ് സം ഐഡിയ, റൈറ്റ്. ഡബിൾ സർക്കുലേഷൻ നമുക്കറിയാം, സിസ്റ്റമിക് സർക്കുലേഷനും പൾമണറി സർക്കുലേഷനും ഉള്ള ഒരു കമ്പൈൻഡ് സിസ്റ്റം ഓഫ് സർക്കുലേഷനെയാണ് നമ്മൾ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഡബിൾ സർക്കുലേഷനിൽ ഈ പൾമണറി സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റൈറ്റ് പാർട്ട് ഓഫ് യുവർ ഹാർട്ട്, ഓക്കെ, വിൽ ബി കളക്ടിങ് ഡിയോക്സിനേറ്റഡ് ബ്ലഡിനെ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന കാവയിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് എവിടേക്കാണ് ഇത് ഇടുന്നത്, ഇറ്റ് ഇസ് ഡംപ്ഡ് ഇൻ ടു വേർ, റൈറ്റ് ഏട്രിയത്തിലേക്ക് വരും, അല്ലെ. എന്നിട്ട് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്കും എത്തുമെന്ന് നമുക്കറിയാം. അത് കഴിഞ്ഞ് നമുക്കറിയാം സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന കാവ ടു യുവർ ഹാർട്ട് മീൻസ് വാട്ട്, സർക്കുലേഷൻ ലങ്സും ഹാർട്ടിന്റെ ഇടയിലല്ലേ ടേക്ക് പ്ലേസ് ചെയ്യുന്നത് ആണ്, അല്ലെ. അപ്പം ലെഫ്റ്റ് പോർഷൻ ഓഫ് ദ ഹാർട്ട് എന്ന് പറയുമ്പോൾ പ്യുവർ ബ്ലഡിനെ ലങ്സിൽ നിന്ന് വന്നിട്ട് ഹോൾ ബോഡിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പം പ്യുവർ ബ്ലഡും ഉണ്ട്, ഐ മീൻ ഹാർട്ടും ബോഡിയും തമ്മിലായിരിക്കും സർക്കുലേഷൻ. അതുകൊണ്ട് നമ്മൾ അതിനെ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയും. അപ്പൊ പൾമണറി സർക്കുലേഷനിൽ നിങ്ങളുടെ ഹാർട്ടും ലങ്സും ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അറ്റ് ദ സെയിം ടൈം സിസ്റ്റമിക് സർക്കുലേഷൻ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഓഫ് യുവർ ഹാർട്ടിൽ ഹാർട്ടും ബോഡിയും തമ്മിലായിരിക്കും സർക്കുലേഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയും. അപ്പൊ അതാണ് ഡബിൾ സർക്കുലേഷനിൽ വരുന്ന മെയിൻ 2 പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞായിരുന്നു ഇപ്പൊ ബ്ലഡ് ആണ് എല്ലാ ബോഡി പാർട്സിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. യുവർ ഹാർട്ട് ഇസ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ബ്ലഡ് ഇൻ ടു ഓൾ യുവർ ബോഡി പാർട്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ബ്ലഡ് വെസൽസ്. അങ്ങനെയാണെങ്കിൽ ഹാർട്ടിൽ ആരാണ് സർക്കുലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? അതിനൊരു സ്പെഷ്യൽ സിസ്റ്റം ഉണ്ട്, യു കോൾ ഇറ്റ് ആസ് കൊറോണറി സിസ്റ്റം. ഓക്കെ, കൊറോണറി സിസ്റ്റം ഓഫ് ബ്ലഡ് വെസൽസ് ഇസ് പ്രസന്റ് ഇൻ യുവർ ബോഡി, ഓക്കെ, വിച്ച് വിൽ ബി ഹെൽപ്പിംഗ് യു ഫോർ ദി സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ടു ദ കാർഡിയാക് മസ്കുലേഷൻ. അപ്പൊ കാർഡിയാക് മസിൽസിന് ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നത് കൊറോണറി സിസ്റ്റം ആണ്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് കാർഡിയാക് ആക്ടിവിറ്റിയുടെ റെഗുലേഷൻ ആണ്. എങ്ങനെയാണ് നമ്മൾക്ക് ലൈക് നോർമലി കാർഡിയാക് ആക്ടിവിറ്റി റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? നമുക്കറിയാം, നമ്മുടെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് 70 to 75 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. സപ്പോസ് നിങ്ങളിപ്പം സ്കൂള് വിട്ടിട്ട് ഇങ്ങനെ വരുമായിരുന്നു വീട്ടിലോട്ട്, ഒരു ഇറങ്ങി ഇങ്ങനെ വരുന്ന സമയത്ത് ഡോഗ് സ്റ്റാർട്ടഡ് ചേസിങ് യു. ഓക്കെ, അപ്പൊ ഇമീഡിയറ്റ്ലി നമ്മൾ എന്താ ചെയ്യുക? ഇറ്റ്സ് ഹ്യൂമൻ നേച്ചർ ദാറ്റ് എല്ലാവർക്കും ഇപ്പൊ മരത്തിൽ കയറാനൊന്നും പറ്റിക്കോണമെന്നില്ല. സോ ഡെഫിനറ്റ്ലി ഇപ്പൊ നമുക്ക് ഓടി ഒളിക്കാൻ ഒരു ബിൽഡിങ്ങോ ഒന്നും ഇല്ലാതെ ഭയങ്കര വിജനമായിട്ടുള്ള ഒരു ഏരിയയിലൂടെ നമ്മൾ നടന്നു വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ദ ഓൺലി ഓപ്ഷൻ വി ഹാവ് ഇസ് വിൽ ഹാവ് ടു റൺ, റൈറ്റ്. അപ്പൊ നമ്മൾ അങ്ങനെ ഓടുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മളെ ഹാർട്ട് ബീറ്റ് കൂടും. വൈ? എന്തുകൊണ്ടാണ് നമ്മൾ ഓടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു റിസ്കി സിറ്റുവേഷനിൽ നമ്മളെ ഹാർട്ട് ബീറ്റ് കൂടുന്നത്? നമുക്ക് എവിടെയാണോ കൂടുതൽ എനർജി വേണ്ടത് പ്രവർത്തിക്കാൻ, എവിടെയാണോ മസിൽ ടിഷ്യൂസിന് കൂടുതൽ ഓക്സിജൻ സപ്ലൈ വേണ്ടത്, ഡെഫിനറ്റ്ലി ബ്ലഡ് ഷുഡ് ബി പംപ്ഡ് മോർ, റൈറ്റ്. അപ്പം അതുകൊണ്ട് തന്നെ ഹാർട്ട് ബീറ്റ് കൂടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഹാർട്ടിന് സ്വന്തമായിട്ട് തന്നെ എല്ലാ ന്യൂറോൺ ലൈക് ഐ മീൻ ഇമ്പൾസസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ന്യൂറോണൽ ആക്ഷൻസ് എല്ലാം ഹാർട്ട് സ്വന്തമായിട്ട് ചെയ്യുന്നത് ആണ്. ഇറ്റ് ഡസൻ റിക്വയർ ദ ഇന്റർമീഡിയറ്റ് ഇഫക്ട് ഫ്രം യുവർ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു. പക്ഷെ അതിന് എക്സെപ്ഷൻസ് ഉണ്ട്. ആൻഡ് ആർ സിറ്റുവേഷൻസ് ലൈക്ക് ദിസ്. അതായത് സിമ്പിൾ ആയിട്ട് ഓർക്കുക, എന്നൊരു പട്ടി ഓടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഹാർട്ട് ആരുമായിട്ടുള്ള ഹെൽപ്പ് ചോദിക്കും? ബ്രെയിനുമായിട്ട് ഹെൽപ്പ് ചോദിക്കും. വൈ? നമ്മുടെ ബ്രെയിൻ ആദ്യം അസസ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഇസ് ബെറ്റർ, ഞാൻ ഇവിടെ നിൽക്കണോ പോണോ, ഞാൻ എന്താണ് ഈ സിറ്റുവേഷനിൽ ചെയ്യേണ്ടത് എന്ന് നിങ്ങളുടെ ബ്രെയിൻ അസസ് ചെയ്യും. ഏത് പാർട്ട് ഓഫ് യുവർ ബ്രെയിൻ ആണ് അസസ് ചെയ്യുക? യുവർ മെഡുല വിൽ ബി അസസിങ്, റൈറ്റ്.
മെഡുലയിൽ കാർഡിയോവാസ്കുലർ സെന്റേഴ്സ് ഉണ്ട്. ഈ കാർഡിയോവാസ്കുലർ സെന്റേഴ്സ് ഈ സിറ്റുവേഷൻ അസസ് ചെയ്തതിന് ശേഷം ഓക്കെ ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഓടുകയാണ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഓടണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്റെ ബോഡിക്ക് എനർജി വേണം. ഓക്കെ, അപ്പൊ കൂടുതൽ ബ്ലഡ് സപ്ലൈ വേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് എന്ത് ചെയ്യണം? യുവർ ബ്രെയിൻ വിൽ ബി റിലീസിങ് ഹോർമോൺ, ഹോർമോൺ അല്ല, ന്യൂറോ ട്രാൻസ്മിറ്റർ. ഓക്കെ, ആ ബ്രെയിനിൽ നിന്ന് വരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലേ. അപ്പൊ ആ ന്യൂറോ ട്രാൻസ്മിറ്റർ ആരാണ്? യു ക്യാൻ കോൾ ഇറ്റ് ആസ് എപ്പിനെഫ്രിൻ, റൈറ്റ്? അപ്പം എപ്പിനെഫ്രിനെ റിലീസ് ചെയ്യുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂട്ടുക എന്നുള്ളതാണ്. ഇനിയിപ്പോ മിസ് ഇവിടെ എപ്പിനെഫ്രിൻ ആരോ മാർക്ക് മുകളിലേക്ക് ഇട്ടു, അപ്പൊ ഉടനെ എങ്ങനെ വിചാരിക്കും? ഇൻക്രീസ് എപ്പിനെഫ്രിൻ സെക്രീഷൻ. പൊതുവെ ഞാൻ കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അങ്ങനെയല്ല, ഇവിടെ മിസ് ആരോ മാർക്ക് ഇട്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഹാർട്ട് ബീറ്റ് കൂട്ടാൻ വേണ്ടി ന്യൂറോ ട്രാൻസ്മിറ്റർ ആയ എപ്പിനെഫ്രിൻ ആണ് മെഡ്യൂല സെക്രീറ്റ് ചെയ്യുന്നത്. അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, നമ്മൾ അങ്ങനെ ഓടി പട്ടി ഏതോ വഴിക്ക് പോയി. ഓക്കെ, ഡോഗ് ഇസ് നോ ലോങ്ങർ ചേസിങ് യു. ഓക്കെ, ദാറ്റ്സ് ഫൈൻ, ദാറ്റ് സിറ്റുവേഷൻ ഓക്കെ ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ് ടേക്സ് സം ടൈം ഫോർ യുവർ ഹാർട്ട് ബീറ്റ് ടു കം ഡൗൺ, റൈറ്റ്? അപ്പൊ അവിടെ ഹാർട്ട് ബീറ്റ് കുറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് പെട്ടെന്ന് കുറയുകയും ചെയ്യുന്നത്? അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കൂടിയ ഒരു സാധനം അങ്ങനെ നോർമലി കുറയാൻ പറ്റില്ലല്ലോ. There should be some reason behind that. Another neurotransmitter, namely acetylcholine, is being secreted by your medulla so that your heartbeat is brought back to normal. Okay, പഴയ രീതിയിലേക്ക് തന്നെ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് another neurotransmitter, namely acetylcholine, is being secreted. So ഇവിടെ നമ്മൾ ഓർക്കേണ്ട എന്താ വെച്ചാൽ എപ്പിനെഫ്രിൻ. ഓക്കെ, the epinephrine which is being secreted for the purpose of increasing your heart rate എന്ന് പറയുന്നത് നിങ്ങളുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ബോത്ത് ഓഫ് ദിസ് ആർ പാർട്ട് ഓഫ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, റൈറ്റ്? അപ്പം ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ എല്ലാ ഇൻവോളണ്ടറി ആക്ഷൻസും, നിങ്ങൾ വിചാരിച്ചിട്ടല്ല നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്, ലങ്സ് ഓക്സിജൻ എടുക്കുന്നതും കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യുന്നതും. അപ്പൊ ഇതൊക്കെ ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ്. ഇൻവോളണ്ടറി ആക്ഷൻസ് ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ ഓർഗൻസിന്റെയും ആക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആണ്. ആ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള രണ്ട് ആൾക്കാരാണ് ആര്? സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അപ്പൊ നിങ്ങൾ പട്ടി കടിക്കാൻ വരുമ്പോൾ ഇമീഡിയറ്റ്ലി ഓടേണ്ടി വരുന്നുണ്ട്, ഹാർട്ട് ബീറ്റ് കൂടേണ്ടി വരുന്നുണ്ട്. ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് യുവർ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം വിച്ച് ടേക്സ് ഇൻ ആക്ഷൻ ഓഫ് എമർജൻസി കണ്ടീഷൻസ് so that epinephrine is being released. Okay, and in the next situation is when your parasympathetic nervous system takes up the role. അതായത് നമ്മൾ കാം ഡൗൺ ആവണം. ഓക്കെ, നമ്മളിനി റെസ്റ്റ് ചെയ്യാം. കുറച്ച് സമയം റെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ക്രാംസ് ഒക്കെ വരും കാലിൽ, അല്ലെ? അപ്പം അത് മനസ്സിലാക്കി ആ സിറ്റുവേഷൻ അസസ് ചെയ്തുകൊണ്ട് തന്നെ ബ്രെയിൻ എന്ത് ചെയ്യും? അസിറ്റൈൽകോളിനെ സെക്രീറ്റ് ചെയ്യും, which belongs to parasympathetic nervous system part. Okay, so that the heart beat will be coming down. അപ്പൊ നമ്മൾ പറഞ്ഞു ഹാർട്ട് മയോജനിക് ആണ്. Dr. Vineet, sorry to interrupt you. Ma'am, we are exceeding the time now, so okay, sir. We would have to wind up the class. Okay, sir. Fine. The class was very engaging. Videos were very informative. Thank you so much, ma'am. Okay, thank you. Shall I end the session then? If you want, because almost the meeting also will end right now. So students, okay, just a second, one more point so that okay. I can just conclude this part. Okay. Yeah, sure, ma'am. You can go ahead. Okay. So now we have discussed regarding your heart, it can generate impulses on its own. That's fine. But രണ്ട് മേജർ പോയിന്റ്സ് നിങ്ങൾ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഓർക്കേണ്ടത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയ എപ്പിനെഫ്രിന്റെ റോളും അസിറ്റൈൽകോളിന്റെ റോളുമാണ്. Apart from that, next you have your adrenal gland. Okay, adrenal gland will be secreting two important hormones, namely epinephrine and norepinephrine. അപ്പം എവിടെയാണോ ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണ്ടാത്തത്, എമർജൻസി കേസിൽ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആക്ഷന്റെ കേസിൽ ഇറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വിച്ച് ടേക്സ് അപ്പ് ദ റോൾ. അതർവൈസ് പതുക്കെ ഉള്ള ചേഞ്ചസിന്റെ കേസിൽ നമ്മൾ ഹോർമോൺസ് ആണ് സെക്രിയേറ്റ് ചെയ്യുന്നത്. അത് വരുന്നത് അഡ്രിനൽ മെഡ്യൂലയിൽ നിന്ന് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും ആയിരിക്കും. ഓക്കെ, വിച്ച് ഇസ് ഡയറക്ട്ലി റിലീസ്ഡ് ഇൻ യുവർ ബ്ലഡ് സ്ട്രീം. അപ്പൊ അത് ഓർത്ത് വെക്കാം. അപ്പൊ ഹോർമോണൽ ആക്ഷനിൽ യു ഹാവ് എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ, റിലീസ് ഫ്രം അഡ്രിനൽ മെഡ്യൂല. ഓക്കെ, അത് കൂടാതെ ഒരു ഹോർമോൺ കൂടി ഉള്ളത് തൈറോക്സിൻ ഹോർമോൺ ആണ്. ഓക്കെ, തൈറോക്സിൻ ഹോർമോൺ വിച്ച് ഇൻക്രീസസ് യുവർ ഹാർട്ട് ബീറ്റ് ബൈ ഇൻക്രീസിംഗ് യുവർ ബേസൽ മെറ്റബോളിക് റേറ്റ്. ഓക്കെ, തൈറോക്സിൻ ക്യാൻ ഇൻക്രീസ് യുവർ ബേസൽ മെറ്റബോളിക് റേറ്റ്. അപ്പൊ മൂന്ന് കാര്യങ്ങൾ ഓർക്കുക. ഹാർട്ട് ഇസ് എ മയോജനിക് ഓർഗൻ, ഇറ്റ് ക്യാൻ ജനറേറ്റ് ഇമ്പൾസസ് ഓൺ ഇറ്റ്സ് ഓൺ. Then it will be under emergency conditions two neurotransmitters, അതായത് എപ്പിനെഫ്രിനും അസിറ്റൈൽകോളിന്റെയും കാര്യം ഓർക്കുക. പിന്നെ ഡയറക്ട്ലി നമുക്ക് ബ്ലഡ് സ്ട്രീമിലേക്ക് റിലീസ് ചെയ്യാനാണെങ്കിൽ ഹോർമോണൽ ആക്ഷൻ വരുന്നത് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും, which is known as your flight and fight hormone, and thyroxine hormone, which increases your basal metabolic rate. Okay,
ഐ തിങ്ക് ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ബോഡി ഫ്ലൂയിഡ്സ് കവർ ചെയ്തിട്ടുണ്ട്. അതിലാകെ ഉള്ള ഡിസോർഡേഴ്സ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം മാത്രമാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. NCERT എങ്ങനെയാണോ മെൻഷൻ ചെയ്തേക്കുന്നത്, ജസ്റ്റ് റീഡ് ഇറ്റ് ആസ് സച്ച്. അതിനകത്ത് എക്സ്ട്രാ ക്വസ്റ്റൻസ് ഒന്നും ചോദിക്കില്ല. പിന്നെ അഡീഷണലി കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് മിസ് സാറിന് PDF സെൻഡ് ചെയ്ത് കൊടുക്കാം. ഡെഫിനറ്റ്ലി ഐ ഹോപ്പ് ദാറ്റ് നിങ്ങളത് you will definitely have to go through it. Okay, അത് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. ബിക്കോസ് ഇൻ കേസ് അഡീഷണൽ ആയിട്ട് ഔട്ട് ഓഫ് സിലബസ് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ദിസ് പോയിന്റ് വിൽ ബി ഡെഫിനറ്റ്ലി ഹെൽപ്പിംഗ് യു. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ് ഓക്കെ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, shall I wind up? Thank you.